നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ രക്ഷിതാക്കൾ ഖബറിൽ കടന്ന് ഈ ദുരന്തം കാണൂലേ? എന്താ പറഞ്ഞത്? എന്തേ മൂല്യരെ, തേനു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ തറവാട്ടിൽ ഒരുപാട് പേരക്കുട്ടികളില്ലേ? എന്തേ നിങ്ങളെ മാറ്റി നിങ്ങളെ പറ്റി മാത്രം ഇങ്ങനെ പറയാൻ? എന്തേ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയാനൊരു കാരണം? എന്തോ തിച്ചും പോയി ഉണ്ടായിക്കണോ? ഉണ്ടായത് ഞാൻ അടുത്തിനി നമുക്ക് നന്നായി പറയാം അല്ലേ? എന്തേ നിങ്ങളെ പറ്റി മാത്രം? തേനു മുസ്ലിയാരുടെ കുടുംബത്തിൽ ഒരാള് മുജാഹിദ് ആകാന്ന് തോന്നിയാലും പെട്ടെന്ന് മുസ്ലിം സമുദായം എന്താ മനസ്സിലാക്കുക? ഏയ് തേൻ ഉസ്താദിന്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാ മനസ്സിലാക്കുക. ഇങ്ങളെ സംബന്ധിച്ച് പണ്ടക്കും പണ്ടേ ഇങ്ങനെ തോന്നിയതെന്താ? നമീമത്ത് പറഞ്ഞതാണോ? കോളേജിലെ ഉസ്താദ്മാർക്ക് തോന്നിക്കണോ? കൂടെ ഒപ്പാരെങ്കിലും ഉണ്ടേനോ? അന്നുള്ളോലിപ്പോ പ്രബോധനത്തിന്റെ ഓഫീസിലുണ്ടോ? ഹിറാ സെന്ററിലുണ്ടോ? ഒക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാന്യനായ ഇബ്രാഹിം ബാക്കവി അദ്ദേഹമാണ് ഈ പരിപാടി വിളിച്ച് എന്നെ ഏർപ്പാടാക്കണേ. എന്നിട്ട് അയാളെ പറ്റി പറയുന്ന കണ്ടങ്ങള് എന്താ പറഞ്ഞതറിയോ? എന്നെ പറ്റി പലരും നിങ്ങളോട് ഒക്കെ പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ സഫീഹിനോ ഒപ്പിട്ടവർക്കോ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ നബി നിന്ന നടത്തുന്നവർ നിങ്ങളാണ്. ഇബ്രാഹിമിന്റെ വ്യാജ ഒപ്പിട്ട് തനിനിറം കാട്ടിയ നിങ്ങളുടെ കുടുംബക്കനിവിന് മുമ്പിൽ തലകുനിക്കാൻ തോന്നുന്നു. ഇനി തല ആരതാ കുനിയ നോക്കിക്കോളി. എന്താ ഇബ്രാഹിം ബാക്കവിയിൽ ഒപ്പിട്ട് അതൊക്കെ എത്തിക്കേണ്ടതുപോലെ കത്തെത്തിക്കുകയും ഒപ്പിടേണ്ടതുപോലെ ഒപ്പിടുകയും മടക്കിത്തരേണ്ടതുപോലെ മടക്കിത്തരുകയും ചെയ്തിട്ടാ മോലിയരെ നിങ്ങൾക്കത് തന്നത്? സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ ഒപ്പൊന്ന് കണ്ടാ തിരിയണ്ട. നിങ്ങൾക്ക് കുടുംബമായിട്ടൊരു ബന്ധമല്ലേ? അല്ല തടിയോണ്ടൂല്ലേ? ആശയം കൊണ്ട് പോട്ടെ. ആശയം കൊണ്ട് പൈനാരാ ശംസുലുലമയുടെ കുടുംബക്കാരും മുഴുവൻ എ പി സുന്യ, തേൻ ഉസ്താദിന്റെ കുടുംബക്കാരും മുഴുവൻ എ പി സുന്യ. ഇനി ആരെങ്കിലും അപ്പുറത്തുണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനും ആടുന്ന ആളല്ല, ദ്വാരക്കാൻ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആളേ ഉള്ളൂ. അപ്പൊ നോക്കിങ്ങള് ഇവിടെ ഇത് നോക്കിങ്ങള്, ഇബ്രാഹിം ബാക്കവി മഹാനവറുകൾ ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് ഇയാള് പറയുന്നത്. എന്നാൽ ഇനി ബാക്കവി ഉസ്താദ് പറയും ഒപ്പിട്ടിക്കണോട്ടിട്ടില്ല. എന്നിട്ട് നിങ്ങളെ തല പൊന്തിച്ചാൻ പറ്റാതെ ആവും മൂല്യരെ അവിടുത്തെ കോലം പോണത്. എന്താ ബഹുമാന്യരായ ഇബ്രാഹിം ബാക്കവി പറഞ്ഞത്? എന്താ? ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഇയാള് പറയണതോ, ഇയാള് കൊണ്ടുവരുന്ന കത്തിന്റെ ഒക്കെ പ്രാമാണികത എങ്ങനെ ഉണ്ടാവും? നമ്മളെ നാട്ടിലെ മൂക്കിന്റെ തൊട്ടിലെ സംഗതി അപ്പത് മൂക്കിന്റെ തൊട്ടിലെ സംഗതി. അത് കള്ളം പറയണ യാതൊരു കയ്യും കണക്കൂല്ലാത്ത ആളെ. എന്താ ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കാം. അപ്പോ ഇയാള് പറഞ്ഞത് എന്താ? ഇബ്രാഹിം ബാക്കി ഇതിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ തല ആരതാ കുനിയ? എന്തിനാ അതൊക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വിവരക്കേടിന്റെ കയ്യും കാലും മൂലേരെ. എന്ത് നിങ്ങൾ വഷളാകാൻ നടക്കണേ? എന്ത് നിങ്ങൾ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിന്? കുടുംബം മര്യാദക്ക് പറഞ്ഞെന്നില്ല അതിന് പോണ്ടാന്ന്. എന്നിട്ടോ സഹോദരന്മാരെ, ഉസ്താദ് സനത് വായിച്ചു, മുടി തന്ന ആളെ പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ മുടി ഒക്കെ ക്ലിയറായി. അപ്പൊ എന്താ സംഗതി അറിയങ്ങള്? അപ്പോ അനുയായികൾ ചോദിക്കാൻ തുടങ്ങി, ഉസ്താദെ രണ്ടാമത്തെ മുടിന്റെ വെള്ളം ഞങ്ങൾ കുടിച്ചിട്ടില്ല, ഒന്നാമത്തെ കുടിച്ചാട്ടെ. അതിനെന്താ മറുപടി പറയാ? ഒന്നാമത്തെ കുടിച്ചാ പിന്നെ രണ്ടാമത്തെ വേഗം ബോധ്യപ്പെടൂലേ? അപ്പൊ എന്ത് ചെയ്തു? ഇവല് കുടുങ്ങിയാലോ? ഒന്നാമത്തെ മുടിനെ പറ്റി ഒന്നും പറയാൻ കഴിയണില്ല. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു അറിയങ്ങള്? അങ്ങനെ വന്നപ്പോ ഇയാള് പറയാണ്, റഹ്മത്തുള്ള കാസിമി പറയാണ്, ഇപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒന്നാമത്തെ മുടി ഇപ്പൊ എവിടെ പോയി എന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പറച്ചില് കേട്ട അനുയായികൾ എന്ത് മനസ്സിലാക്കാണ്? രണ്ടാമത്തെ മുടി കെട്ടിയതോടുകൂടെ ഒന്നാമത്തെ മുടി കാന്തപുരം ഉസ്താദ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുക. എന്നാ പിന്നെ അതിനെപ്പറ്റി ചോദിക്കൂലല്ലോ. അതിന് ഇയാളെ ബോള് നോക്കി നിങ്ങള്. മർക്കസിൽ ഇപ്പോൾ കൊടുക്കുന്ന മുടിക്ക് യാതൊരു പ്രമാണവും രേഖയും തെളിവില്ല. ഇനി തെളിവ് കൊണ്ടുവന്നാൽ തന്നെ പരിശോധിക്കാമെങ്കിലും വളരെ ദൂരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, 3 കൊല്ലം മുമ്പ് വേറൊരു മുടി ഉണ്ടായിരുന്നു. ആ മുടി എവിടെയാണ് അപ്പൊ ചോദിക്കുന്നത്? അല്ല, അത് പണ്ട് ഇയാളെ തറവാട്ടിലാ പാത്തച്ചിനി. അല്ല, ചോദ്യം കെട്ടാത്തോന്നും മുമ്പ് ഇയാളേക്കല അത് പാത്തക്കാൻ കൊടുത്തിനിയത്. അത് പണ്ടെവിടെയാണോ സൂക്ഷിക്കപ്പെട്ടിരുന്നത്, ഇപ്പോഴും അവിടെ ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അതിന്റെ സനത് പച്ചയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? തന്നാളെ പറഞ്ഞു തന്നിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അതിന്റെ വെള്ളൊന്ന് കുടിക്കട്ടെ എന്ന് അനുയായികൾ ചോദിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ ഈ വെടി പൊട്ടിക്കുന്നത് കാസിമി? എവിടെയെന്നാണ് ചോദിക്കണേട്ടാ പോണു. പണ്ട് ഇയാളെ പേസിൽ അതുണ്ടായി അല്ലേ?
എന്തിനാ കൂട്ടരെ ഇങ്ങനെ പൊട്ടീസാക്കണ് ജനങ്ങളെ? എന്നിട്ടോ ഒന്നാമത്തെ മുടിയെ ബാത്തിലാക്കാൻ ഇയാള് പറഞ്ഞ വേറൊരു വാദം, അമ്പലക്കടവ് എന്താ പറയുന്ന ഞങ്ങള് ഉള്ളാളത്തെ പാപ്പാനെ പ്രസിഡന്റ് ആക്കിയപ്പോ അണിയിക്കാൻ കൊണ്ടുപോയ ഷാള് മക്കാമുക്കൂടിയൊക്കെ കൊണ്ടുപോയിട്ടാ അണിയിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ മുടി മക്കാമുക്കൊന്നും കൊണ്ടുപോയില്ല. നിങ്ങളൊന്ന് ആലോചിക്കും, ഇത് വലിയ ചാർത്തുകന്ന് കിട്ടിയാലേ ഇത് ഇനി മമ്പറ മക്കാമുക്ക് കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ശിരസിൽ നിന്ന് തലയിൽ നിന്ന് കിട്ടിയ മുടി ഇനി മമ്പറങ്ങ മക്കാമ് കൊണ്ടുപോയിട്ട് ബർക്കത്തെടുക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ മൂപ്പര് പറയുന്നത് ചാനലുകാരെ കണ്ടില്ലാന്ന, പത്രക്കാരുണ്ടായില്ലാന്ന, അതൊക്കെ ഒന്ന് പറയുന്നേട്ടോളി. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ഈ സംശയം ഇതിവിടെ മുടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെറിയ വാർത്തയായിട്ടല്ല കാരന്തൂരിലേക്ക് കാന്തപുരം കൊണ്ടുവരാം. സാക്ഷാൽ ഉള്ളാൾ തങ്ങൾ ഇവരെ പ്രസിഡന്റിനെ ഒന്ന് ആദരിക്കാൻ വേണ്ടി ഒരു ഷാള്, ആ ഷാള് കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കേരളത്തിലെ മക്ബറകളെ മുഴുവൻ കൊണ്ടുപോയിട്ട് വലിയ വാഹനജാഥയായി വലിയ പ്രചരണം കൊടുത്ത് തബറുക്ക് എടുത്തിട്ട് ഘോഷയാത്രയായിട്ടാണ് ഉള്ളാൾ തങ്ങളെ ഈ ഷാൾ അടിയിച്ചത്. വലിയ വാർത്തയായിരുന്നു. സത്യത്തിൽ ലോകത്തെ ഏതെങ്കിലും ഒരു അറിയപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് ആ വിശുദ്ധമായ കേശം, ആ വിശുദ്ധമായ മുടി കാരന്തൂർ മർക്കസിന് കിട്ടിയിരുന്നെങ്കിൽ അത് വമ്പിച്ചൊരു വാർത്താ പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ചാനലുകളും പത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത എന്തായാലും കാന്തപുരം സൃഷ്ടിക്കുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഉണ്ടായില്ല. അതുകൊണ്ട് എന്താ? മുടി ശരിയല്ല. മൂലിയാർ ഇതൊക്കെ തെരുവില് പീഡിയ കൊലയുമെന്ന് ആൾക്കാർ പറയുന്ന വർത്താനല്ലേ മൂലിയന്മാര് പറയേണ്ടതാ? പത്രക്കാരെ കാട്ടിക്കൊടുത്ത് വിചാരിച്ചൊരു മുടി അല്ലാത്തത് മുടിയാവോ? ചാനലുകാരെ കാട്ടിക്കൊടുത്ത് വിചാരിച്ച് സനദില്ലാത്തതിന് സനത് ഉണ്ടാവോ? ജാർത്തങ്ങൾക്ക് ഉണ്ടാകാത്ത വലിയ ജാർത്തങ്ങന്ന് കിട്ടിയാലേ ഇഞ്ഞത് എവിടുക്ക കൊണ്ടോണേ. പക്ഷേ നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ഷഹർ മുബാറക്ക് അല്ലാഹു തആല കൊടുത്തത് എങ്ങനെയാണ്? 1.5 കൊടുക്കലല്ലേ റബ്ബ് കൊടുത്തത്. പത്രക്കാർക്ക് കുറവില്ല, ചാനലുകാരെ കമ്മിയില്ല, തെന്നാളെ തിരിയാത്ത പ്രശ്നമില്ല. തെന്നാളെ തിരിയാത്ത കുഴപ്പമില്ല. അഹമ്മദ് ഖസ്റജി നിന്നും നെഞ്ഞും വിരുത്തിയിട്ട് ഞാൻ അഹമ്മദ് ഖസ്റജി, എന്റെ വാപ്പ മുഹമ്മദ് ഖസ്റജി, എന്റെ വല്യാപ്പനാള്, വല്യാപ്പാന്റെ വാപ്പനാള് എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവര് ചോദിക്കും, എന്തിനാ അത് പറഞ്ഞത്? നിങ്ങൾക്ക് തിരിയാനല്ലേ? തെന്നാളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നാ മതി എന്നല്ലേ നേരത്തെ ചോദിച്ച്. അല്ലാഹു തആല വിശദമായിട്ടാണ് പറയിപ്പിച്ചത്. അപ്പൊ എന്താ, പണ്ടൊരു ചങ്ങായി എന്ത് കിട്ടിയാലും കുറ്റം പറയണ സ്വഭാവക്കാരനാ. ഒരു ദിവസം എന്ത് ചെയ്തു, നല്ല ഉഷാറിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ലൊരു പൂവമ്പായ്ക്കും കൊടുത്തു. അവസാനം ചോറും കഴിച്ച് വായിക്ക് നിന്നിട്ട് ഇപ്പം പറഞ്ഞു, എന്താ ഉഷാറല്ലോ ചോദിച്ചു. പൂവമ്പായ്ക്ക് കുറച്ച് വലിപ്പേറുണ്ട്, മൈസൂർ പായത്തിന്റെ അത്രയല്ല. ഇപ്പൊ അതാ കേസ്. എന്തിനാണ് നിങ്ങൾ നെസബ പറഞ്ഞതെന്നാ മൂല്യന്മാരെ നിങ്ങൾക്ക് തിരിയാൻ തന്നെ. പക്ഷേ 1.5 കൊടുക്കലാ കൊടുത്ത് നമ്മൾ കണ്ടതാ, ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കണില്ല. പക്ഷേ സംഗതി എന്താ, നിങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും ഈ കൗബിന് ഇതൊരു അന്തം കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, കൊടുത്ത രണ്ടാമത്തെ ഷഹർ മുബാറക്ക് കൊടുത്തപ്പോ ആ സ്റ്റേജിൽ ലോകത്തറിയപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്, അതുപോലെ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ തലവൻ ആ ഗ്രാൻഡ് മുഫ്തിയായ അലി ജുമയുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഹലോ ഉസ്താദ് പറയ്, പിന്നെ ഇവിടെ ഉസ്താദ് ഒപ്പിട്ടത് വ്യാജാന്ന് പറഞ്ഞിട്ടാണല്ലോ മറുപടി ഉള്ളത്. അപ്പൊ ഉസ്താദ് വിശദമായി പറഞ്ഞാൽ മതി. ഉസ്താദ് കത്തിൽ ഒപ്പിട്ടത് വ്യാജാണ് എന്നാണ് നദ്വി പറയുന്നത്. അപ്പൊ അതൊന്ന് മൊബൈൽ കൂടെ വിശദീകരിച്ച ഒന്ന് നല്ലതായിരുന്നു. ഉസ്താദ് ഇവര് കൊടുത്ത കുടുംബക്കാര് കൊടുത്ത കത്തിൽ ഉസ്താദ് ഒപ്പിട്ട് തന്നെയല്ലേ? ശരിക്കും ഒപ്പിട്ട് തന്നെയല്ലേ? ആ കത്ത് തിരിച്ചു കൊടുത്താൽ അവർ പറഞ്ഞ് പോസ്റ്റർ വയ്ക്കാത്ത രജിസ്റ്റർ ചെയ്ത് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അതുമല്ല, ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അയക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ആരെ വിഷമമില്ലാത്തവരും നേരിട്ട് പോയി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നോടെ എന്താ പോസ്റ്റ് വയ്ക്ക് എത്തിയാൽ പോസ്റ്റ് വയ്ക്ക് അയച്ചാൽ കിട്ടുകയാണ്.
പോകും, അല്ലെങ്കിൽ വായിക്കാതെ വരും. അതുകൊണ്ട് നേരിട്ട് തന്നെ കൊടുക്കണം എന്ന് ഞാനാണ് നിർബന്ധം പറഞ്ഞത്. അങ്ങനെ നേരിട്ട് കൊടുത്ത്, പക്ഷെ എനിക്ക് നേരെ മറുപടി വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വ്യാജമായിട്ട് ഒപ്പിട്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് ഉസ്താദിനൊന്ന് ചോദിക്കാമായിരുന്നു, ഇങ്ങനെ ഒപ്പിട്ടത് ശരിയാണോ അല്ല എന്ന്. അതിനുശേഷം ഇവിടെ UAE വന്നിട്ടുണ്ട്. ഇത് എഴുതുന്നതിന് മുമ്പ് UAE വന്നിട്ടുണ്ട്. ചോദിക്കാൻ പറ്റൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതൊക്കെ എടുത്തൊക്കെ നല്ലത്. ആയിക്കോട്ടെ ഉസ്താദ്, അസ്സലാമു അലൈക്കും. അപ്പോ 2-3 സംഗതി. അഹമ്മദ് ഖസ്റജി, ഷെയ്ഖ് ഖസ്റജിയുടെ മകനാണ്. അഹമ്മദ് ഖസ്റജി പറയുന്നു, ഞാൻ കൊടുത്തത് ഷെയർ മുബാറക്കാണ്. അപ്പൊ വേറൊരാൾ കത്തിൽ പറയാണ്, അങ്ങനെ ഒരു ഷെയർ മുബാറക്ക് ഉണ്ടെങ്കിൽ അത് എനിക്കല്ലേ കിട്ടണ്ടേ? അതിപ്പോ എങ്ങനെയാ സഹോദരന്മാരെ? KT മാനൂലേക്ക് നല്ലൊരു കുത്തുബാനുണ്ടെന്ന് കൂട്ടിക്കോളിങ്ങൾ. ആ KT മാനൂരെ കുത്തുബാനം മക്കൾക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ബൈനാരായ കാലിലാമലി പോലെയല്ലേ? അത് കിതാബ് വായിക്കാൻ കഴിയണോ ആരെ കുടുംബത്തിലുണ്ടെങ്കിൽ ഓനല്ലേ കൊണ്ടെടുക്കുക. എന്നതുപോലെ തേനുസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരു മകൻ പറയുന്നേ അത് ഷെയർ മുബാറക്ക് അല്ല, വേറൊരു മകൻ പറയുന്നത് ഷെയർ മുബാറക്കാണ്. ഞങ്ങള് കാക്കനാടന്റെ ഭാഷയിലൊന്നും കാണാത്ത മൂലരെ ഞങ്ങൾ പിന്താങ്ങാണ്. ഞങ്ങൾക്ക് സിക്കത്ത് ബാക്കി ഉസ്താദാണ്. അപ്പൊ ഈ ഒരു നിലപാട് ഇതൊക്കെ വെറുതെ പറയിപ്പിക്കണല്ലേ? സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ഷെയർ മുബാറക്ക് കൊടുക്കുമ്പോൾ പണ്ഡിതന്മാരാകുന്ന സദസ്സവിടെയുണ്ട്, സ്റ്റേജിലാലിമീങ്ങളുണ്ട്, ഒരാൾക്കും അതിൽ തർക്കമില്ല. നിങ്ങൾ നോക്കി എത്ര കള്ളമാണ് കൂരിയാട് നബി പറഞ്ഞത്. ഈ കള്ളമൊക്കെ പറഞ്ഞ കൂരിയാട് നബിയെയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? അതല്ല കാന്തപുരം ഉസ്താദിനെയാണോ? അഹമ്മദ് ഖസ്റജിയെയാണോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അള്ളാന്റെ ദീനിന്റെ പ്രബോധനത്തിൽ 2 കലിമത്ത് കള്ളം പറഞ്ഞതായി തെളിയിക്കാൻ ഉമ്മവറ്റ വരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതേ സമയത്ത് കൂരിയാട് നബി പറഞ്ഞ കള്ളങ്ങളുടെ മാലപ്പടക്കങ്ങള് ഇൻഷാ അല്ലാഹ് തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ശുദ്ധ കളവല്ലേ ഇബ്രാഹിം ബാക്കവി ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞത്? ഇനി എവിടെ പോണം ഈ മൂലേരെ സിക്കത്ത് പരിശോധിക്കാൻ? എന്നിട്ടോ സത്യത്തിൽ എന്ത് ചെയ്തു നിങ്ങൾ ഈ ബാപ്പ വല്യാപ്പാരൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് പറയാ സനത് വായിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാ അത് നസബി ആയത്? സനത് വായിച്ചിക്കണ്, സനത് വായിച്ച കൂട്ടത്തില് നസബിയും പറഞ്ഞിക്കണ്, വിഷയം തീരുമാനായില്ലേ? പിന്നെ പേരോട് ഉസ്താദ് പറഞ്ഞില്ല മൗലിയാരെ, അവിടെ പിന്നെ നിങ്ങൾക്ക് പറയാവുന്നത് അവിടെ പിന്നെ മുഖ്തസറായി വായിച്ച സനത് ഇത് സ്വഹീഹായ പരമ്പരയോടുകൂടെയുള്ളതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രേഖ. ആ രേഖയെ സംബന്ധിച്ചാണ് ഞങ്ങൾ സനദെന്ന് പറഞ്ഞത് എന്ന് പേരോട് ഉസ്താദ് വിശദീകരിച്ചു. അതിന് സനദെന്ന് പറയുമെന്നും പേരോട് ഉസ്താദ് വിശദീകരിച്ചു. അതിനെ ഗണ്ണിക്കാതെ നിങ്ങൾ കളവാവർത്തിച്ചിട്ട് കാര്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. മർക്കസിലെ പ്രസംഗത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് കൂരിയാട് നദവി അയച്ച മറുപടി കത്തിലുള്ളത്. അത് ആ കളവ് തന്നെയാണ് മാധ്യമത്തിൽ ആവർത്തിച്ചത്, അത് തന്നെയാണ് ദേശാഭിമാനിയിലും ആവർത്തിച്ചത്. നിങ്ങൾ ഇനി അത് ആവർത്തിക്കണമെങ്കിൽ മുഖ്തസറായ സനദ് സത്യമാണ്, സംഗതി സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആ രേഖക്ക് സനദെന്ന് പറയില്ല എന്ന് വാദിക്കാത്ത കാലത്തോളം നിങ്ങൾ അത് സമ്മതിച്ചിട്ടുണ്ട്. ആ സനദ് അവിടെ വായിച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ നസബ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നസബ പറഞ്ഞത്? തന്നാളെ പറഞ്ഞെന്ന നിങ്ങൾ പണ്ടത്തെ മുടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രസം തരങ്ങള് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇക്കൗമിന് ഇത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഷെയർ മുബാറക്ക് കൊടുത്തതിന്റെ പിറ്റേ ദിവസം എന്ത് ചെയ്തു? സമദ് പൂക്കോട്ടൂരിനെ വിളിച്ചിട്ട് ഒരാൾ ചോദിച്ചു, അല്ല ഖസ്റജിന്റെ മകൻ ഇങ്ങനെ കൊടുത്തുക്കണല്ലോ. അപ്പൊ ഇയാള് പറയാ, അത് ഖസ്റജിന്റെ മകനല്ല, ഏതോ കുടുംബക്കാരനാണ്. ബാപ്പ വല്യാപ്പാര അടക്കം പറഞ്ഞു കൊടുത്തിട്ട് ഇച്ചങ്ങായിക്ക് മനസ്സിലാണ്ടേ. അപ്പൊ നോക്കുങ്ങള്, ഈ വിഷയത്തിൽ ഇവർ ഇടപെടുമ്പോൾ എത്രയാണ് അതിനെ കുറിച്ച് പഠിച്ചത് എന്ന് മനസ്സിലാക്കണ്ടേ? ആ ഫോൺ കോൾ ഒന്ന് കേട്ടോളി. മറ്റേ ഈ ഷെയർ മുബാറക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ വിഷയം എന്താ, അതിന്റെ യാഥാർത്ഥ്യം എന്താ? ഇവര് പറയുന്നത് അത് ഖസ്റജിന്റെ കയ്യിൽ വാങ്ങിയ കൂടിയാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും കയ്യിൽ ഇപ്പോൾ കൊടുക്കുവോ? അതാ നമുക്ക് സംശയം. എങ്ങനെ കൊടുത്തിട്ടില്ലേ പിന്നെ കൊടുക്കോയിച്ചു കൊണ്ടിരിക്കല? റസൂലുള്ളാഹിന്റെ മുടിയൊക്കെ കയ്യിലുള്ള ഒരാളെ കൊടുക്കുവോ? പക്ഷെ അതിന്റെ അയാൾ കൊടുക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് അതിന്റെ സനത് അടക്കം അയാൾ കൊടുത്താണെന്ന അയാളെ സ്വാധീനിച്ച പോലെ അയാൾക്ക് സ്വാധീനിക്കുന്ന ആളാണ് ഇപ്പൊ അത് എത്രത്തോളം. അഹമ്മദ് ഖസ്റജിനെ AP ഉസ്താദ് സ്വാധീനിച്ചാ പോരെ എന്ന് സമ്മതി. സ്വാധീനിക്കാൻ കഴിയൂല എന്ന് അമ്പലക്കടവ്. ആർക്കാ സനതുള്ളത്? സത്യസന്ധത നമ്മൾ അറിയേണ്ട ആദ്യം.
ആരത്? ഇയാള്, അതായത് ഹസ്രജി പിന്നെ പറ്റിച്ചെന്ന് പറയേണ്ടി വരും നമ്മള്. ഹസ്രജി അല്ലത്, ഹസ്രജിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരാളാണ്. ആ അല്ല, ഇയാള് പിന്നെ യുഎയിലെ ഫേമസ് ആയ ഒരാളാണല്ലോ, ശരിക്ക് അറിയപ്പെട്ട ഒരാളാണല്ലോ. അല്ല, അത് ഹസ്രജി. ആ അല്ല, ഇപ്പൊ കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു. ആ സനതടക്കം വായിച്ചിട്ട് കൊടുക്കുന്നത്. അയാള് യുഎയില് വളരെ ഫേമസ് ആയ ആളാണ്. അത് ആ ഫേമസ് ആയ ഹസ്രജി അയാളല്ലത്, അയാളെ മകനാണത്. ആ നോക്കാണ് നിങ്ങൾ ഒരു കൊറ്റനാടിന്റെ മോറലിച്ച ഈ വിഷയത്തെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല എന്നതിന്റെ മായന. എന്നിട്ട് ഇവലാണ് ഷെയർ മുബാറക്ക് വിശദീകരിക്കണേ. ഇവലോടാണ് ഷെയർ മുബാറക്കിന്റെ നിജസ്ഥിതി ചോദിക്കണത്. നിങ്ങൾക്ക് അന്തല്ലേ മനുഷ്യന്മാരെ, മൂല്യന്മാര് അസൂയുണ്ട് കണ്ണാണ് അതയക്കണെങ്കിലോ. ഇനിയോ നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ സനത് വായിച്ചു. സനത് വായിക്കണ കൂട്ടത്തിൽ അറബി വായിച്ചു. ആദാ സനദും മിന്നി അനൽ വാലിയു സ്വഹീഹി ഫീ ഖിതാമി. ഇത് എന്നിൽ നിന്ന്, ഇത് ഞാൻ കൊടുക്കുന്ന സനദ, ഇതിന്റെ ശരിയായ കാര്യങ്ങള് വിശദീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ ആ അറബി അത് വായിക്കണമെന്ന് കേട്ടോളി. فهذا سند مني الواضع صحيحي في ختامه. അപ്പോ ഇങ്ങനെ വായിച്ചു അറബി. പക്ഷേ അത് പിന്നെ എന്ത് ചെയ്തു നിങ്ങൾ? നമ്മളെ ഇയാള് വായിച്ചു അഷ്റഫ് വൈസി കണ്ണാടിപ്പറമ്പ്. അയാള് വായിച്ചു ആദാ സനദും മിന്നി വ അനൽ വാലിഹു. മൂപ്പര ഭാഗ കുറച്ച് കരിചന്ത കൂട്ടിയിട്ട് അതൊന്ന് കേട്ടോളൂ. സനദും മിന്നി വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി. ഏറ്റവും അവസാനം ഞാൻ ശരി പറയുന്ന, ഇപ്പം പറയുന്നത് ശരിയല്ല. അങ്ങനെ മനുഷ്യന്മാര് പറയും. എല്ലാരും എസ്കക്കാരാചാരിച്ചോങ്ങള് ആദ്യം കുറെ പോയത്തം പറയാ, പിന്നെ ശരി പറയാന്ന് പറയാ. നിങ്ങളെ മെമ്പർഷിപ്പ് ഉള്ളോലെ അല്ലല്ലോ ഞങ്ങൾ കൊണ്ടെടുക്കണോലേ. എന്നിട്ട് നിങ്ങൾ നോക്ക്, അപ്പൊ നമ്മളെ കൂരിയാട് നദവി വൈസ് ചാൻസലർ അല്ലേ? സാദർ മോലിമാക്കാൻ പറ്റൂല മൂല്യരങ്ങളെ, എന്നിട്ടല്ലേ വൈസ് ചാൻസലർ. ഇയാള് വായിക്കണം എന്ത് കാര്യങ്ങള്? ആദാ സനദും മിന്നി അന അൽ വാലിയു സ്വഹീഹി ഫീ ഖിതാമി. പണ്ട് വൈദ്യര് മരുന്ന് എഴുതി കൊടുത്തു, ഉപ്പ് മുളക് തിപ്പല്ലി. പക്ഷേ മരുന്ന് ഷാപ്പ് കൊണ്ടേപ്പം വായിക്കണ ഉപ്പും മുളക് തീ പല്ലീന. ഷാപ്പാരം കുറെ തപ്പിയൊക്കെ അവസാനം പല്ലിനെ കിട്ടി, മറ്റേ രണ്ടും കിട്ടിയില്ല. ഇങ്ങനെ നിങ്ങൾ വായിച്ച സനത് കിട്ടുമോ മൂലേരെ? മൂലേരൊന്ന് വായിച്ചു നോക്കി. അയാളെ വായിച്ചത് ഫഹാദ സനദും മിന്നി അന അൽ വാലിഉ സഹീഹി ഫീ ഖിതാമി. ചാൻസലർ ശങ്കരനാരായണനെ പറ്റോടാകാന് ഇയാളെന്നാലും പറ്റൂല. മനസ്സിലായ നിങ്ങൾക്ക്? പക്ഷേ പേരോട് ഉസ്താദ് എന്ത് ചെയ്തു? അടുത്ത പ്രസംഗത്തിലെ ഇവർക്ക് സനത് കൊടുത്തിട്ട് കാര്യമല്ലല്ലോ, അതൊന്ന് വായിക്കാനും മനസ്സിലാക്കാനും കഴിയണ്ടേ. പേരോട് ഉസ്താദ് അത് വിശദീകരിച്ചു. അപ്പൊ ഇയാളെന്താ കീബറിന്റെ ഊക്കന്നെ. ഇയാൾ എന്തായാലും പറഞ്ഞു ഞാൻ പിടിച്ച മുയലിന് 3 ചെവി ഉണ്ട്. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു 3 ഇല്ല 2 ഉള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെ തന്നെയാ മുയല് 3 എണ്ണം ഉണ്ട്. അങ്ങനെ ഇയാൾ അടുത്ത ഘട്ടത്തിൽ അബദ്ധം പറ്റിയോന്ന് തിരുത്തിക്കൂടെ ഇയാൾ വായിക്കുക. ആദാ സനദും മിന്നി അന അങ്ങനെ തന്നെയാ വായിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ന്യായീകരിച്ചപ്പോ പേരോടുത്ത് അതിനെ ഗണ്ണിച്ചപ്പോ പിന്നെ ഇയാൾ അഡ്രസ് കാണാനല്ല. ഉദവി കുട്ടികൾ ചോദിക്കൂല, ഇതൊക്കെ നമ്മളൊരു ദർസിലായോ കണ്ടിന് മൂലേറ്റിയാൾ വെറുതെ തീർക്കാനയക്കോ? ഇതെന്ത് വിഡിത്തം പറഞ്ഞാലും ഈ കോലത്തിലാണെങ്കിൽ ഞാൻ മൊയ്ലിയാർക്ക് അൽഫിയ ഒന്ന് കൊടുക്കട്ടെ. ഇതെന്താ സംഭവം എന്ന് ആദ്യം മൊയ്ലിയാരെന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാ. ഈ കത്ത് സനദ് നേരത്തെ ഞാൻ പറഞ്ഞു. ഫഹാദ സനദും മിന്നി അന فهذا سند مني أنا الواضع صحيح في ختامه ومقيد اسمي هنا لبيانه وإعلانه. സനദ് മിന്നി അന എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. അൽഫിയ ഒരു കാലത്ത് രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നാൽ കിതാബ് പഠിക്കാൻ പറ്റൂല. അൽഫിയയിലുണ്ട് മിന്നി എന്നുള്ള മുത്തക്കല്ലിമിന്റെ തേനോലിയാരെ കുടുംബത്തിന് മാനക്കേടില്ലാക്കും ഒക്കെ മൂല്യന്മാരല്ലേ ആ കുടുംബത്തില്. എങ്ങനെയാ പോലും കത്ത് ചെയ്താതൊക്കെ ചെങ്ങലക്കിടാത്ത മൂല്യരെ ഭാഗ്യ. തൗക്കീദ് പറയണമെങ്കിൽ മുൻഫസിലായ മർഫൂആയ ദമീർ കൊണ്ടാണ് തൗക്കീദ് പറയേണ്ടതെന്നാ. അതാണ് മുസ്ലിയാരെ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വീറ് കിട്ടിയല്ലോ.
കാരണം മൂപ്പര ശിഷ്യന്മാരല്ലേ, മീസാൻ ഓടിയിട്ടുണ്ടാവൂല. എന്നാൽ ആരെ കൊണ്ടാ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കരുത് അൽഫി ഓതുമോന്ന്? എന്നെ കൊണ്ടാ നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? എന്നെ കൊണ്ടല്ല, അത് SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടാ പറഞ്ഞത്. എപ്പോ സ്ഥാപക പ്രസിഡന്റ് അയാൾ വായിക്കുന്നത് കേൾപ്പിച്ചെടുത്തവനെ, അയാൾ പറയുന്നത് തന്നെ ഫഹാദാ സനദും മിന്നി വ അന വാദിഉ സഹീഹി ഫീ ഖിതാമി. അപ്പൊ കണ്ടല്ലോ, അപ്പൊ മൂപ്പര് ഹാദാ സനദും മിന്നി, അനയില്ലട്ടോ, അന കൂട്ടി വായിക്കുന്നില്ല. കാരണം അയാള് പോസ്റ്റർ പറിക്കാൻ നടന്നതാ കേട്ടോ, ഗോറോണത്തിലൊട്ടിച്ച പോസ്റ്റർ പറിക്കാൻ നടന്നതാ അല്ലേ? പറ മൊയ്യാമ, നിങ്ങൾ രണ്ടു കൂട്ടർ വായിച്ച രണ്ട് ജാതിയിലല്ലേ? ഏതാ ശരി പറ, ഏതാ ശരി എന്ന് പറ. പിന്നെ വാനാന്നൊരു വാവ് കൂട്ടിക്കൊടുത്ത്, അത് അതിനേക്കാൾ അത് അണ്ടി വെക്കാൻ പോയതുകൊണ്ടാ. വാന എന്ത് വാന, അതിൽ വാനാന്ന് വാവുണ്ടോ? ഇല്ലാത്ത വാവാ കുട്ടി. 1ാം ക്ലാസ്സിലെ കുട്ടികൾ വായിക്കുന്ന മാതിരി ഇല്ലാത്ത ചേർത്തിട്ടാ വായിക്കല്. മൂപ്പർ വരെ അത് ആ ഇബാറത്തിന്റെ ചേലെങ്ങനെയാണ്, നിന്റെ ചോലിങ്ങനെയാ ചേലോലു. എന്താ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അത് മൊയ്ലിയാര് പാടുമ്പോ കുല്ലാവമീരിനിത്തസൽ, ഒരു കുല്ല നീട്ടിയാണ്ട് നിങ്ങൾ എന്താ മൂപ്പര് ഉദ്ദേശിച്ച മേന? മൂപ്പര് മനസ്സിലാക്കിയ അർത്ഥം എന്താ അറിയോ? റഫീന്റെ ദമീർ മുൻഫസിലായ മർഫുഅ. ഇബല് നീട്ടിനനുസരിച്ച് സംഗതി നീളോ? അത് മുടിയാണെങ്കിലും കെലിമത്താണെങ്കിലും ഇബാറത്താണെങ്കിലും ഒക്കെ അതിനൊരു കതറുണ്ടാവില്ല നീളാനേ. മുത്തസിലായ ഏത് ദമീറുണ്ടോ അതിനൊക്കെ തേക്കീത് ഇത് വിട്ടോളണോ? അങ്ങനല്ല. നിങ്ങൾ പറഞ്ഞ വാചകം പറയുമ്പോ നിങ്ങൾ പറഞ്ഞത് എന്നുള്ള മുത്തക്കല്ലിമിന്റെ തേക്കീത് പറയണമെങ്കിൽ മുൻഫസിലായ മർഫൂ കൊണ്ടാ പറയേണ്ടത്. മൊയ്ലിയാരെ, അത് പറയണമെങ്കിലല്ലേ, ഇവിടെ അങ്ങനെ പറയേണ്ട സ്ഥലമല്ല. അതാ മനസ്സിലാക്കേണ്ടത്. എല്ലാ ദമീറും ഇങ്ങനെ തേക്കീത് ഇത് വിടുകയല്ല, ഇവിടെ അങ്ങനെ പറയേണ്ട സ്ഥലമല്ല. മുത്തസിലായ ദമീറിന് തൗക്കീദ് പറയണമെങ്കിൽ മജ്റൂറാകട്ടെ, മർഫൂആകട്ടെ, മൻസൂബാകട്ടെ, കൊണ്ടുവരുന്ന ദമീർ മുൻഫസിൽ മർഫൂ ആകണം എന്നാ പറഞ്ഞത്. അല്ലാതെ എല്ലാ സ്ഥലത്തും മുൻഫസിലായ ദമീർ കൊണ്ട് തൗക്കീദാക്കണം എന്നല്ല. മുൻഫസിലായ ദമീർ കൊണ്ട് തൗക്കീദാക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ തൗക്കീദാക്കാൻ പറ്റൂ, ഇവിടെ തൗക്കീദാക്കാൻ പറ്റൂല. എന്താ കാരണം? എന്താ കാരണം? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി, ഞാൻ ഇതിന്റെ അവസാനം ഇതിന്റെ സ്ഥിരീകരണം നടത്തുന്ന ആളാണ്. ഈ അന എന്ന് പറഞ്ഞത് മുബ്തദഉൻ സയ്യിദുൻ വഅദീറുൻ ഖബർ ഇൻ ഖുൽത സയ്യിദുൻ നഅദിറുൻ മാനിതദർ. അൽഫി ഓതുമ്പം അതാ പഠിക്കാതെ നടന്നാ പോരാ. കേരളം വിട്ട് പോയിട്ടല്ലേ പഠിച്ചത്, നാട് കാണാൻ പോയിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഓ മനുഷ്യ, നിങ്ങളാണോ ഈ കുട്ടികളെ പഠിപ്പിച്ച് ഹുദവിയാക്കി വിടുന്നതെങ്കിൽ നാശം തന്നെ. നെഹ്വറിയൂല സെറുഫറിയൂല കേട്ടോ. മുസ്ലിയാമാരെ മുന്നിൽ ഇയാൾ പറയുന്നുണ്ട്, പോയി എന്നാ തോന്നുന്നത്. ഇയാൾ ഈ സഫാത്ത് പറഞ്ഞപ്പോ പോയിട്ടുണ്ടാവുന്ന ശരി, കാരണം മൂപ്പര് കേട്ടിക്കാൻ കഴിയാത്തോണ്ട് പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അർത്ഥം വെക്ക്, നിങ്ങൾ തേക്കീലാക്കുന്നത് അങ്ങനെ ഉണ്ടാവറിയോ? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ തന്നെ കൊടുക്കുന്ന സനദാ. ഇങ്ങനെ ഒരാൾ പറയോ മൊയ്ലിയാരെ? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്, ഞാൻ തന്നെ. ഓ, അങ്ങനെ ഉണ്ടല്ലോ ഇവർക്ക്. അങ്ങനെയാ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ ചൊല്ലിയാടി തന്നെയാണോ ഫായിൽ സംശയം? അങ്ങനെയാണ് ഇവരുടെ സംശയം. അതായത് ബൽക്ക് കുറെ മസാല ഉണ്ട്. സ്വന്തം ഭർത്താവ് ഭാര്യയോട് അന്ന തൊലാക്കല്ലി എന്ന് പറഞ്ഞാലേ ചെറുശ്ശേരി മൂലർക്ക് സംശയം, അത് അയലോകക്കാരനാ ചൊല്ലിയത് അതോ മാപ്പിള തന്നെയാ ചൊല്ലിയത്.
അപ്പൊ എന്തു പറയണ അന്ന തൊലാക്കല്ലി അത് അയലോകക്കാരനല്ല ഞാൻ തന്നെയാണ് എന്ന് പറയണെന്നാ മൂലേര് കൊടുത്ത ഫത്വ. അത് തെറ്റാണ് എന്ന് കണ്ണിയത്ത് ഉസ്താദ് സമ്മതിച്ചു എന്ന് വേറെ അവരുടെ സ്മരണയിലുണ്ട്. ഇപ്പോഴും വ്യഭിചാരത്തിന് മൂപ്പര് കൊടുത്ത സർട്ടിഫിക്കറ്റ് നാട്ടിലുണ്ട്. വ്യഭിചാരം നടക്കണുണ്ട്, കുട്ടികൾ ഉണ്ടാവണുണ്ട്. കിയാമനാളിന് കുറച്ച് അടയാളം വേണ്ടേ? ഒരു കിയാമനാളിന്റെ അലാമത്തായി മാറാൻ പാടുണ്ടോ? സൈനുദ്ദീൻ മൂലേരങ്ങളെ സമസ്ത ആണ് എന്ന് ആസേരി തങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പൈക്ക് കടക്കണില്ല. ഇനി നിങ്ങൾ നോക്ക്, പിന്നെ എന്താ സനത് വായിച്ചു. ഇവിടെ ഈ കത്തിൽ ഇയാൾ പറയാണ് ഇതുവരെ വാദിച്ചതിൽ നിന്നെല്ലാം വിരുദ്ധമായി കാന്തപുരത്തിന്റെ കയ്യിലോ മർക്കസിലോ അല്ല, അബൂദാബിയിൽ അഹമ്മദ് ഹസ്രജിയുടെ കയ്യിൽ തന്നെയാണ് സനത് എന്നായിരുന്നു അടുത്ത വിശദീകരണം. അത് മറ്റൊരു കള്ളമാണ്. അത് മറ്റൊരു കള്ളമാണ്. എന്തുകൊണ്ട്? ഞങ്ങളെ കയ്യിൽ സനദില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളെ ഉസ്താദുമാര് സനത് വായിച്ച ഞങ്ങളത് സ്വീകരിക്കൂല. പിന്നെ നേരത്തെ സനത് വായിച്ചപ്പോ എന്താ അതിനെ പറ്റി പറഞ്ഞു തരങ്ങള്? മമ്മുണ്ണിക്കാതിരി മേമോട്ടിക്കാതിരി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല എന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ സനത് വായിച്ചാൽ എന്ത് ചെയ്യൂല? ഇവരത് വിശ്വസിക്കൂല. കോട്ടൊക്കെ വെച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഉസ്താദ് എന്ത് ചെയ്തു? സനത് വായിച്ചു. ആ സനദിനെ പറ്റി കണ്ണാടിപ്പറമ്പ് പറഞ്ഞ എന്താ? മമ്മുണ്ണിക്കാതിരി മേമോട്ടിക്കാതിരി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. എന്നിട്ട് അവസാനം ഇപ്പൊ ഉലമാ സമ്മേളനം കഴിഞ്ഞില്ലേ, ആള് വായിച്ചു ഉറായിക്കുട്ടിക്കാതിരില്ല, മമ്മിനിക്കാതിരി, റഷീദുദ്ദീൻ കാതിരി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ സംഘം 3.5 കൊല്ലമായി ഉണ്ടാക്കാനെടുത്ത സമയം. 3.5 കൊല്ലായി ഉണ്ടാക്കാത്ത സമയം മമ്മുണ്ണിക്കാതിരി മേമോട്ടിക്കാതിരി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. കണ്ണാടിപ്പറമ്പ് എബിസ്റ്റാന്റെ കൂടെയല്ലേ ഇതിന് ആണ്ട് പറയുന്നേ പച്ചക്കള്ളം. അപ്പൊ ഞങ്ങൾ സനത് പറഞ്ഞു കൊടുത്താൽ എന്തു പറയും? അത് ഞങ്ങൾ ഉണ്ടാക്കിയതാ, 2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതാ, 2 ആഴ്ച കൊണ്ടാ നിങ്ങൾ പറയും. പണ്ടത്തെ സനദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ AP ഉസ്താദ് പത്രക്കാരോട് പറഞ്ഞത് എന്ത്? പത്രക്കാരോട് പറഞ്ഞത് അഹമ്മദ് ഹസ്രജിയുടെ അടുത്ത് പോവുക, ഞങ്ങൾ സനത് തന്നിട്ട് ഇനി ഞങ്ങൾ ഉണ്ടാക്കിയ മമ്മുണ്ണിക്കാതിരിയാന്ന് പറയണ്ട. അഹമ്മദ് ഹസ്രജി ജീവിച്ചിരിപ്പുണ്ടല്ലോ. അങ്ങനെ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? നമ്മള് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു. അപ്പൊ എന്തില്ല? ഇവരതിന് കിട്ടുന്നില്ല. ദേശാഭിമാനിയിൽ ചെറുശ്ശേരി ജയന്തി മൂലേര് ലേഖനം എഴുതി. പക്ഷെ വായിച്ചോല് നേരെ കുത്തനെയാ മനസ്സിലാക്കി. തിരുകേശം ചെറുശ്ശേരി മുസ്ലിയാർക്കും ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രതികരണം വരാൻ തുടങ്ങി ദേശാഭിമാനിയിലേക്ക്. അതിലെന്താ അയാൾ പറയുന്ന നിങ്ങള്? ഈ മൻസൂർ ഇർഷാദ് എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതാണ്. എന്താ പറഞ്ഞത്? തിരുകേശ വിവാദത്തിൽ ചെറുശ്ശേരി ജയന്തി മൂലേര് സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനം ദുർവാശി മാത്രമാണ്. ഇയാൾ ലേഖനം എഴുതിയിട്ട് കിട്ടിയ ഫലാപ്പ്. എന്നിട്ടോ വെളുക്കാൻ തേച്ചത് പാണ്ടാകാന്ന് കേട്ടിട്ടില്ലേ? ലേഖനത്തിൽ പരാമർശിച്ച മുഴുവൻ ആരോപണങ്ങൾക്കും കാന്തപുരം സുന്നി വിഭാഗം യുവജന സംഘടനാ നേതാവ് പേരോൾ അബ്ദുറഹ്മാൻ സഖാഫി കുറ്റ്യാടിയിൽ 2 ഘട്ടമായി നടന്ന പ്രഭാഷണത്തിൽ ഒരു സംശയത്തിന് വിട നൽകാത്ത വിധം മറുപടി നൽകിയതാ. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? നിങ്ങൾ ദേശാഭിമാനിയിലെ എഴുത്തുകാരനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ തീരുമാനിച്ചു. എന്ത്? ആധികാരിക മതസംഘടന നേരിടുന്ന പ്രതിസന്ധിയാൻ ചൂഷണം, തട്ടിപ്പ്, വഞ്ചന തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് സഹതാപം നേടാനുള്ള കൂട്ടയോട്ടമാണ് മുസ്ലിം സമുദായത്തിനകത്തെ ഇപ്പോഴത്തെ കാഴ്ച. ഇത് പറയിപ്പിക്കാൻ കഴിഞ്ഞു ചെറുശ്ശേരിയെ കൊണ്ട്. അതുമാത്രമേ നേട്ടമുണ്ടായിട്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, ഇതിൽ പറയാണ് മർക്കസിൽ ലേഖനത്തിൽ മുഖ്യമായി ഉന്നയിച്ച ആരോപണം മർക്കസിൽ ലഭിച്ച തിരുകേശത്തിന് ആധികാരികത തെളിയിക്കുന്ന രേഖല്ലാണ്. തിരുകേശം നൽകിയ അബുദാബിയിലുള്ള വ്യക്തിയെ സമീപിച്ച് ഇതിന്റെ ആധികാരികത മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന കാന്തപുരത്തിന്റെ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആരാ പറയണത്? ദേശാഭിമാനിയിൽ ചെറുശ്ശേരി എഴുതിയ ലേഖനം വായിച്ച വായനക്കാരൻ. ഞങ്ങൾ കൊണ്ടുവരണ കുറച്ച് അന്തണ്ടാവും. അതാണത്. ഇനി നിങ്ങൾ നോക്ക്. അപ്പൊ എന്ത് ചെയ്തൊരു പേരോട് ഉസ്താദും AP ഉസ്താദൊക്കെ വെല്ലുവിളിച്ചത് കണ്ടപ്പോ നമ്മളെ അമ്പലക്കടവിനും തോന്നി ഒന്നാണ് വെല്ലുവിളിച്ചാള്. അങ്ങനെ വെല്ലുവിളിച്ച ഇയാൾ എവിടെ പോയി? നിങ്ങൾ സിറാജുൽ കുറ്റ്യാടി പോയി. ഇയാളൊരു ആദാബ് നോക്കാൻ നിങ്ങൾ. അവസാനം എന്തായി? 1.5 വയലിൽ ചീപ്പിടണമെന്ന് കണ്ടോളി നിങ്ങൾ. അഹമ്മദ് ഹസ്രജി മരിച്ചു പോയിട്ടില്ല, പേരോട് മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നതിന്റെ അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബി ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്കെന്തോ 15 വരെ ഒരുപാട് ഫ്ലൈറ്റ്, വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസി പെട്ടെന്ന് കിട്ടും. പേരോട് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഹസ്രജിയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറാണെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. റെഡി. പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട, ഇനി വേണമെങ്കിൽ. അപ്പൊ കണ്ടങ്ങള്
ഇയാളൊന്ന് ബെല്ല് വിളിച്ചു നോക്കിയതാ. ഞമ്മള് റെഡിയാണ്, ഞമ്മളെ ചെലവിൽ പോരാൻ. ചെങ്ങായിമാരെ പേരോട് ഉസ്താദ് രാവിലെയും വൈകുന്നേരം അവിടെ പോയി വരുന്ന ആളാ. എന്തിനാ നിങ്ങളെ ചെലവ്? എന്നിട്ട് ഇയാള് പറയാ റെഡിയാണ്, നിങ്ങൾ പോരണോ? പേരോട് ഉസ്താദ് പറഞ്ഞു ഞമ്മള് റെഡിയാ, പോയിക്കാളുക. പിന്നെ മധ്യസ്ഥന്മാരല്ലേ, അതിന് പേരോട് ഉസ്താദ് തന്നെ. ഞങ്ങൾ അങ്ങനെ രണ്ടൂട്ടർക്കും സ്വീകാര്യായതാ പറയാ. വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിൽ ഉണ്ടാവും, വന്നോ? അപ്പൊ പേരോട് ഉസ്താദ് പറഞ്ഞ എന്താ, പോക നമ്മള് പറ്റിയ ദിവസം എന്നോടും കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ ഡേറ്റ് പറഞ്ഞോളി എന്നുള്ള സ്വാതന്ത്ര്യം ഓൾക്ക് വിട്ടുകൊടുത്തു. രണ്ടാമതാണ് പറഞ്ഞത് 25-ാം തീയതി ഞാൻ ഉണ്ടാവും, സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോളി എന്ന്. റെഡി. അടുത്ത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥനാവേണ്ട അഹമ്മദ് ഹസ്റജിക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തങ്ങന്മാരറിയാ. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അവർ രണ്ടാളും പറ്റും. സഹോദരന്മാരെ, അപ്പൊ നോക്കിങ്ങള് വായന്നില്ലേ? പക്ഷെ പുതിയ സത്യധാര ഇറങ്ങിയപ്പോ വീണോടുത്ത് കിടന്ന് ഉരുളുക. കേട്ടോളൂ, പേരോട് ഉസ്താദ് അബുദാബിയിലെ ഖസ്റജിന്റെ വീട്ടിൽ 25-ാം തീയതി ഇരിക്കണ സിറാജിലാണ് വന്നു. വായന്നില്ലേ? എന്താ കാട്ടുക? മുഖം കേട്ടിട്ടില്ല കേട്ടോ. ഇനിയോ അപ്പൊ സത്യധാരിയിൽ അബുദാബിയിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പെട്ടിക്കോളൻ ന്യൂസ്. എന്തായാലും പറയണ നിങ്ങള്, പേരോട് സക്കാഫി അമീദ് ഫൈസി അമ്പലക്കടവിന്റെ വെല്ലുവിളി സ്വീകരിച്ച് അബുദാബിയിലേക്ക് യാത്ര തിരിച്ചു പറഞ്ഞ് തുടങ്ങാം. എന്താണ് സത്യം എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് മുടികളുണ്ടെന്ന് ഏതു പത്രത്തിലാണ് വന്നത് എന്ന് പറഞ്ഞ പേരോട് പച്ചയായി സത്യം നിഷേധിച്ചപ്പോൾ മറുപടി പ്രസംഗത്തിൽ അമീദ് ഫൈസി പ്രകാരം പറഞ്ഞു, വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ, അബുദാബിയിൽ പോയി ഇക്കാര്യം പരിശോധിക്കാൻ പേരോട് തയ്യാറുണ്ടോ? മധ്യസ്ഥന്മാർ മുഖേനയായിരിക്കണമെന്ന് മാത്രം. അങ്ങനെ അമ്പലക്കടവ് പറഞ്ഞു. അതിന് പേരോട് ഉസ്താദ് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? സൗകര്യമുള്ള ദിവസം എന്റെ കൂടി സൗകര്യം പരിഗണിച്ച് നിങ്ങൾ അറിയിച്ചോന്ന് ആദ്യം പറഞ്ഞിക്കണേ. അപ്പറഞ്ഞെഴുതി കൊടുത്തിട്ടില്ല. പിന്നെന്താ കൊടുത്തത്? ഞാൻ ഇതിന് മറുപടിയായി പേരോട് പറഞ്ഞത് ഇപ്രകാരം: ഞാൻ 25-ന് അബുദാബിയിൽ ഉണ്ടാവും, മധ്യസ്ഥന്മാരായി കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട് തങ്ങളെയും എനിക്ക് പറ്റും. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 25-ാം തീയതി ഞാൻ പോണുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ വന്നോളി, കാണാം. അല്ല, അന്ന് നിങ്ങൾക്ക് സൗകര്യം അല്ലെങ്കിൽ എന്റെ കൂടി സൗകര്യം നോക്കിയിട്ടൊരു ഡേറ്റ് നമുക്ക് നിശ്ചയിക്കാനാ പേരോട് ഉസ്താദ് പറഞ്ഞേ. അത് വല് പറഞ്ഞില്ല, കാരണം നിശ്ചയിച്ചാ പോണ്ടി വരൂലേ, പോയാ കള്ളി പൊളിയില്ലേ. പക്ഷെ കുഞ്ഞാടുകളെ പിടിച്ചിരുത്തണ്ടേ. എന്നിട്ട് കുറച്ച് ചോദ്യം. എന്താ നിങ്ങള് താഴെ പറയുന്ന സംശയങ്ങൾക്ക് ഇവർ എന്തു മറുപടി പറയും? കേട്ടോ, അറ്റാക്ക് ഉണ്ടാണ്ട. ഒന്ന്, അമീദ് ഫൈസിയുടെ വെല്ലുവിളി സ്വീകരിച്ച വിവരം രേഖാമൂലം അറിയിക്കുന്ന സാമാന്യ മര്യാദ കാണിച്ചില്ലെങ്കിൽ പോലും. എന്തിനാ ഞങ്ങൾ മര്യാദ കാണിക്കണ്? ചെങ്ങായി അമീദ് ഫൈസി വെല്ലുവിളിച്ച രേഖാമൂല. അമീദ് ഫൈസി രേഖാമൂലം വെല്ലുവിളിച്ചാ ഞങ്ങൾ രേഖാമൂലം വെല്ലുവിളി സ്വീകരിക്കും. അല്ലാതെ ഞങ്ങള് കള്ളുകൂടിയും കൈ പൊട്ടണത് പോലെയല്ല ഞങ്ങളെ പരിപാടി. ഞങ്ങൾക്ക് ഇതൊക്കെ ചേലായതല്ലേ. എത്രയാ പേരോട് ഉസ്താദ് ഈ പണിയെടുക്കണ നിങ്ങള്. ഇനിയോ കേട്ടോ, മറുപടിയാ പറയണേ. പിന്നെ പോലും കടമ നിർവഹിക്കാൻ എന്ന പേരിലെങ്കിലും അദ്ദേഹത്തെയോ സംഘടനാ ഓഫീസിലോ ഇക്കാര്യം ടെലിഫോൺ വഴിയെങ്കിലും അറിയിക്കേണ്ടതല്ലേ? എന്താ ആ പണിയൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? പേരോട് ഉസ്താദ് പറഞ്ഞു, എനിക്ക് സൗകര്യമുള്ള ഒരു ദിവസം നിശ്ചയിച്ച് നിങ്ങൾ എന്നെ വിവരം അറിയിച്ചോളൂ, പോകാനാ പറഞ്ഞ്. പിന്നെ വിവരം അറിയിക്കേണ്ട ആളാരാ? പന്ത് നിങ്ങളെ കോട്ടിലാ ചങ്ങായിമാരെ, ഇങ്ങോട്ട് തട്ടായിട്ടാ. പന്ത് ഇങ്ങക്ക് തട്ടിത്തന്നു ഞങ്ങള്, പിന്നെ പന്തെടുക്കേണ്ട ആൾക്കാർ നിങ്ങളല്ലേ. എന്ത് മറുപടി പറയും? വല്ലാത്ത ടെൻഷബൽക്ക്. കേട്ടോ മറുപടി. ഇതൊക്കെ എന്തെങ്ങന്മാരെ 1.25 വാറോലക്കടലാസിലെ വർത്താനല്ലേ. ഇനിയോ ഇതിനൊന്നും ഇപ്പൊ മറുപടി അറിയാൻ വൈറ്റ് ഹൗസ് കൊടുക്കേണ്ട ബുദ്ധിയൊന്നും വേണ്ട. പിന്നെ ടെലിഫോൺ വഴിയെങ്കിലും അറിയിക്കണം. നിങ്ങൾ ടെലിഫോൺ വഴി ഉസ്താദിനെ വെല്ലുവിളിച്ചിക്കണോ? ടെലിഫോൺ വഴിയോ SSFന്റെ SYSന്റെ ഓഫീസിക്കോ നിങ്ങൾ വിവരം തന്നിക്കണോ? നിങ്ങൾക്ക് ഈ പണിയൊന്നും അറിയില്ലേ? ഞങ്ങൾ നിങ്ങളെ അടുക്കളയിൽ പണിയെടുക്കണ വേലക്കാരാണ്, ഞങ്ങൾ മനസ്സിലാക്കിയത്. നടക്കങ്ങൾക്ക്. ഇനിയോ രണ്ടാമത്തെ ചോദ്യം, മധ്യസ്ഥന്മാരെ വിവരം നേരിൽ ചെന്ന് കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തി അവരതിന് തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതല്ലേ? ആണ്. പക്ഷെ മധ്യസ്ഥന്മാരെ നിങ്ങൾക്ക് സ്വീകാര്യാണോ എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ?
പേരോട് ഉസ്താദ് പറഞ്ഞ എനിക്ക് മുനവ്വറിൽ തങ്ങളെ പറ്റും, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റും. പക്ഷെ പണ്ടത്തെ മാതിരിയല്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ലേഖനം എഴുതാൻ ചന്ദ്രിക പറ്റൂലല്ലോ, ദേശാഭിമാനിയല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിനെയാ പിണറായിനെയാ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാലല്ലേ ഞങ്ങൾ വിവരം അറിയിക്കുക. അതുകൊണ്ടാണ് പേരോട് ഉസ്താദിന് എനിക്ക് പറ്റും, എനിക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റോ പറ്റൂലെന്ന് നിങ്ങൾ വിവരം അറിയിക്കണ്ടേ. നിങ്ങൾ വിവരം അറിയിച്ചാ പിന്നെ ആരാണ് മധ്യസ്ഥന്മാരെ അറിയിക്കേണ്ടതെന്ന് നമ്മൾ രണ്ടുകൂട്ടരും കൂടിയിട്ട് തീരുമാനിക്കണ്ടേ. അതിനൊക്കെ അത് ചേലും വേണ്ടേ എങ്ങന്മാരെ, വ്യവസ്ഥയും സംവാദം തർക്കവും ഒക്കെ അതൊന്ന് തിരിയണ്ടേ. ഇരിയോ ഇത് അനുയായികളെ പൊട്ടീസാക്കാൻ എഴുതി വിടുക വിഡ്ഢിത്തരങ്ങളെ. 3, തയ്യാറാണെങ്കിൽ കൂടി അവർക്ക് കൂടി സൗകര്യമുള്ള തീയതി നിശ്ചയിച്ചിട്ടല്ലേ യാത്ര തിരിക്കണ്ടേ. ആയിക്കോട്ടെ, പേരോട് ഉസ്താദ് 25-ാം തീയതി പോയത് ഉസ്താദിന്റെ ആവശ്യത്തിനാ. പോയ കൂട്ടത്തിൽ ഉസ്താദ് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നോളി. അത്രേ നടന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളെ കോർട്ടിലാ. മുനവറിൽ തങ്ങളെ പറ്റുമെങ്കിൽ അത് അറിയിക്ക്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റുമെങ്കിൽ അറിയിക്ക്. നിങ്ങൾ വെല്ലുവിളിച്ചത് പൊതുസമ്മേളനത്തിലാ, പേരോട് ഉസ്താദ് വെല്ലുവിളി ഏറ്റെടുത്തതും പൊതുസമ്മേളനത്തിലാ. ഇനി ഒന്നിരിക്ക സിറ കുറ്റ്യാടി പോയിട്ട് നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്ത വിവരം അറിയിക്കണം. പിന്നെ കുറ്റ്യാടിക്ക് നിങ്ങൾ പോയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ രേഖാമൂലം അറിയിക്കണം. പന്ത് നിങ്ങളെ കോട്ടിലാ, ഇങ്ങോട്ട് തട്ടേണ്ടത് നിങ്ങളെ ബാധ്യതയാ. തട്ടിയാ ഞങ്ങൾ റെഡിയാ, നമ്മളെ ഗോളി റെഡി ആയിട്ടില്ല അവിടെ. അതുകൊണ്ട് നിങ്ങൾ തട്ടിയും. അപ്പൊ നോക്കാം. 4, മധ്യസ്ഥന്മാരായി ഇദ്ദേഹം പ്രഖ്യാപിച്ച മുനവറിൽ തങ്ങളെയോ കുഞ്ഞാലിക്കുട്ടിയെയോ ടെലിഫോണിലെങ്കിലും ഇക്കാര്യം എന്തുകൊണ്ട് അറിയിച്ചില്ല? നിങ്ങൾക്ക് സമ്മതാണോന്ന് അറിയാത്തതുകൊണ്ട് അറിയിച്ചില്ല. ഇങ്ങക്ക് വില പറ്റോ പറ്റൂലെന്ന് അറിഞ്ഞാലല്ലേ അറിയിക്കൊള്ളൂ. നിങ്ങൾക്ക് പറ്റോ പറ്റൂലെന്ന് അറിയില്ല. 5, യാത്ര തിരിക്കും മുമ്പ് ബന്ധപ്പെട്ട കക്ഷികളെ വാദം എഴുതി തയ്യാറാക്കി മധ്യസ്ഥന്മാർ മുഖേന രേഖപ്പെടുത്തി വെക്കേണ്ടതല്ലേ? വെക്കണം. അതിന് നമ്മളൊന്ന് പോവുക. പറ്റിയ ദിവസം പേരോട് ഉസ്താദിനെ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കും. 25-ാം തീയതി ഉസ്താദ് പോയി പറ്റുമെങ്കിൽ വന്നോളി എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിരാശാണ്ടാൻ. ടൈം ഇഞ്ഞൂല്ലേ, പോയിക്കാളുക. നടക്കൂല മക്കളെ. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയേ? നിങ്ങൾ പെയിലൊക്കെ അബുദാബി കൂടെ തെണ്ടി ഖാസിറജിന്റെ അടുത്തേക്ക് നിങ്ങളവിടെ എത്തുന്നില്ലല്ലോ. എന്താണ് എത്താത്തത്? എന്താ എത്താത്തത്? നിങ്ങൾ തല ചുറ്റി മൂക്കുടിച്ചണ്ടല്ലോ. മുടി തന്ന ആൾ അവിടെ ഉണ്ടല്ലോ, അയാൾ എത്തുന്നു ചെന്ന് അസ്സലാം അലൈക്കും, ഞാൻ ദാറുലുദന്റെ ആളാ, പണ്ട് നിങ്ങൾ അവിടെ വന്നിക്കണ് വേലാറിയാന്. നമ്മൾ തമ്മിൽ ഒരു അലോഗ്യമല്ല, എപി ഉസ്താദിന് മുടി കൊടുത്തതല്ലാതെ. അതുകൊണ്ട് എന്താ അതിന്റെ കഥ എന്നൊന്ന് ചോദിച്ചൂടെ ചങ്ങായിമാരെ? എന്താ നിങ്ങൾ അങ്ങോട്ടെത്താത്ത? ആടിനെ അറക്കാൻ കൊണ്ടുപോണ മാതിരിയാണല്ലോ, വലിച്ചിട്ട് അങ്ങോട്ടാണ് എത്തുന്നില്ലല്ലോ. വേറെ ആ പരിസരത്ത് കൂടിയൊക്കെ അടുക്കളയിൽ കൂടിയൊക്കെ പോകുന്നുണ്ട്, മോന്തായത്ത് കണ്ട് എത്തുന്നില്ല. എന്തിന്റെ കുഴപ്പാ? അടുത്തേ കേട്ടോളി. UDF-ലെ പ്രബല കക്ഷിയായ ലീഗിന്റെ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരക്ക് പിടിച്ച സമയത്ത് തന്നെ യാത്രക്ക് തീയതി നിശ്ചയിച്ച് ഒരു കാരണവശാലും ഇക്കാര്യം നടക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്ന അല്ല. പേരോട് ഉസ്താദ് 25-ാം തീയതി പോയത് ഉസ്താദിന്റെ ആവശ്യത്തിനാ. അന്ന് പറ്റുമെങ്കിൽ വന്നോളി എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. മന്ത്രിസഭയൊക്കെ രൂപീകരിച്ച് റെഡിയായല്ലോ, ഭരണമൊക്കെ തുടങ്ങിയല്ലോ. ഇനി ഒന്ന് ചോദിച്ചു നോക്കാം നമ്മള്. അതിനൊക്കെ വേണ്ട നിങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിനെയാ പിണറായിനെയാ പറ്റാന്ന് മനസ്സിലാക്കണ്ടേ? അത് പറഞ്ഞേരി. നിങ്ങൾക്ക് ലേഖനം എഴുതാപ്പ നിങ്ങൾക്ക് ചന്ദ്രിക പറ്റൂല, ദേശാഭിമാനിയെ പറ്റുള്ളൂ. മധ്യസ്ഥത്തിന് ആരെയാ പറ്റാന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത് പറഞ്ഞേ നിങ്ങള്. എന്നിട്ട് നമ്മക്ക് ആലോചിക്ക. അപ്പൊ പിന്നെന്താ? ക്ലാസ് റൂമിൽ പേരോട് ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. പേരോട് ഉസ്താദിന് വേറെന്തൊക്കെ പണിയുണ്ട്. ആണുങ്ങളെ പോലെ നേർക്ക് നേരം നോക്കുക നമ്മള്. നിങ്ങൾ ഈ കെട്ടിക്കാരൻ തീർത്ത പെണ്ണുങ്ങളെ പണിക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നേർക്ക് നേരുള്ള പണി പറയുമ്പോ നിങ്ങൾ ഈ മറ്റേ പണിക്ക് കാണോ? അപ്പോ നേർക്ക് നേരെ സഹോദരന്മാരെ. എന്നിട്ടോ പിന്നുള്ള വിഷയം എന്താണ്? നിങ്ങള് പിന്നെ വെല്ലുവിളി ഇങ്ങനെ, പിന്നെ മുടിവിറ്റ വിഷയങ്ങളുണ്ട്. മുടിവിട്ട വിഷയം അതിന്റെ മുമ്പ് എന്ത് ചെയ്തു? ഇപ്പൊ സനത് വേണമെന്നാണല്ലോ. അപ്പൊ പേരോട് ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കണ കുറെ ആധാറുകൾ ഉണ്ടല്ലോ, ഈ ആധാറുകളെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ സനത് കാണണ്ടേ? നിങ്ങൾ ആ കണ്ട സനതൊന്ന് പറഞ്ഞു തരുമോ എന്ന് പേരോട് ഉസ്താദ് ചോദിച്ചു. അങ്ങനെ ഇയാള് കൂരിയാട് നദവി കുറെ ആധാറുകൾ പറയുന്നുണ്ട്. അത് കേൾപ്പിച്ചിട്ട് പേരോട് ഉസ്താദ് ചോദിച്ചു, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ആധാറാന്ന് സമ്മതിച്ചിരിക്കണല്ലോ, അത് സമ്മതിച്ചത് സനത് കണ്ടിട്ടാണോ? മാന്യമായൊരു ചോദ്യമല്ലേ അത്? ഞങ്ങൾ പറയുന്നു നിങ്ങൾ അതിന്റെ സനത് കണ്ടിട്ടില്ല, സനത് കാണാതെ തന്നെ നിങ്ങൾ അത് ആധാറാന്ന് സമ്മതിക്കുന്നു. എന്നാ പിന്നെ അത് പിടുക്കും ബാധകാക്കിക്കൂടെ? അതിനെ പേരോട് ഉസ്താദ് ഗണ്ണിച്ചു. മറുപടി ഉണ്ടോ? ഞങ്ങൾക്ക് ഇതിനൊക്കെ എവിടുന്നാ മറുപടി ഇട്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ. അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക്
വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സനത് ഓ കൂരിയാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സനത് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സനത്, നിങ്ങള് തുർക്കിയിലൊക്കെ പോന്ന ആളല്ലേ, തോപ്കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കാം. പ്രസിദ്ധീകരിച്ച പറഞ്ഞ ഞാനത് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചുകൊണ്ട് തരണ്ട. ഇനി നോക്കൂ, ഇത് കാതുറസായിട്ട് കുട്ടികളാ, അത് നോക്കൂ. നമ്മള് നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറില്ല കേട്ടോ. ഏടോ അതൊക്കെ ആണുങ്ങളെ വർത്താനല്ലേ? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടിയുണ്ടോ? ഏറ്റെടുക്ക്. കുതിരശക്തി വേണ്ട, ഒരു കൈതശക്തി എന്തെങ്കിലും ഏറ്റെടുക്ക്. കുതിരശക്തി വേണ്ട, ഒരു കൈതശക്തിയോടുകൂടെ ഏറ്റെടുക്കാൻ കൂരിയാട് നദിക്ക് കഴിയോ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്തിനാ മക്കളെ ഇത് നിങ്ങൾ അവസരം ഉണ്ടാക്കി തന്നത്? ശുക്രൻ. ഇനി നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഒരുപാട് സംഗതിയില്ലേ. എത്ര വിഡ്ഢിത്തങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്, എത്ര പോയത്തങ്ങളാ നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഇയാള് പറഞ്ഞൊരു ആരോപണമുണ്ട്. എന്താ ആരോപണം? മുടി വിറ്റിട്ടല്ല പള്ളി ഉണ്ടാക്കിയത് കൂരിയാട് മൗലവി പറയും. സത്യം അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വിറ്റിട്ടല്ല, മുടി വിറ്റ വെള്ളം വിറ്റിട്ടല്ല, നബിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ടല്ല 1400 കൊല്ലം കേരളത്തിൽ ഇസ്ലാം ഉണ്ടായത്. അതെ, എന്നാല് ഖുർആൻ ക്ലാസ് നടത്താല്ലേ പിന്നെ സ്ഥാപനം ഉണ്ടാക്കാൻ മുടി മുഖ്യ വെള്ളം വിറ്റത് ആരാ? വിറ്റത് റഹ്മത്തുള്ളാഹി ഖാസിമിയാണ്. വിറ്റ വില 25,000 അതിന്റെ സനദ് റഹ്മത്തുള്ളാഹി ഖാസിമി കണ്ടിട്ടില്ല എന്നാ ഞങ്ങളെ വാദം. സനദ് കാണാതെ റഹ്മത്തുള്ളാഹി ഖാസിമി വെല്ലൂരിലെ മുടിമുഖ്യ വെള്ളം വിറ്റു. അപ്പൊ സ്വാഭാവികമായും സനദ് കാണാതെ വെല്ലൂരിലെ വെള്ളം കുടിക്കാമെങ്കിൽ അഹമ്മദ് ഖസ്റജി തന്ന മുടിമുഖ്യ വെള്ളവും കുടിക്കാം. കാരണം അതും അറിയപ്പെട്ടതാണ്, വെല്ലൂരിലെയും അറിയപ്പെട്ടതാണ്. അമ്പലക്കടവ് തന്നെ പറഞ്ഞതാ. പിന്നുള്ള വിഷയം എന്താ? അങ്ങനെ മുടിമുഖ്യ വെള്ളം 25,000 വിറ്റു. അതുമായി ബന്ധപ്പെട്ട് 25,000 വിറ്റതും അതിനെക്കുറിച്ച് പേരോട് ഉസ്താദ് ചോദിച്ച ചോദ്യങ്ങളും അന്തരീക്ഷത്തിൽ ഇല്ലേ നബി? മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. കുറച്ചല്ലോ ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനദ് വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സനദ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം. ഇന്ന് വരെ നിങ്ങൾ സനദ് ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽക്ക് ചെമ്മാടി വരെ പ്രസംഗിച്ചിട്ട് സനദ് പറഞ്ഞിട്ടില്ല. രണ്ടാമതായി ഞാൻ പറയട്ടെ, തീർന്നില്ല. മതി, രണ്ടാമത്തെ പറഞ്ഞെന്ന് വെച്ചാൽ സാധുക്കൾക്ക് വേണ്ടേന്നാ. ഒരു ചോദ്യം കൂടി, ഒരു മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി എന്റെ ഒരു കൂട്ടിക്കോടി. അതെന്താ അറിയോ? അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളല്ലേ, വലിയ ബർക്കത്തുള്ള വെള്ളല്ലേ? അതെന്തിനാ ഖുർആൻ മൊയ്ലാരങ്ങൾ വിറ്റിയാൽ നിങ്ങൾക്ക് എന്നെ എടുത്തൂടെ? റസൂലുള്ളാഹിന്റെ ബർക്കത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ വെള്ളം അങ്ങ് എടുത്തൂടെ മുസ്ലിയാരെ? ഞങ്ങളൊക്കെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്, കുടിക്കാറുണ്ട്.
രണ്ടുവാ ചെയ്യരുത്. നിങ്ങൾ വിൽക്കുകയാണ്, ബർക്കത്തുള്ളവളം വിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വിശ്വാസം ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ചോദ്യവും കൂടി, മൂന്നാമത്തൊരു ചോദ്യവും കൂടി മുജാഹിദീങ്ങളെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കും. അതിനു മുമ്പ് ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കുകയാണ്. പക്ഷേ മറുപടി പറയാൻ ആരാ ഉള്ളത്? ഈ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലാ. ഇനി നിങ്ങൾ നോക്ക്, ഈ കത്ത് തുടങ്ങുമ്പോ ഇയാള് പറയാണ് നിങ്ങൾക്കൊക്കെ സൗഖ്യവും ക്ഷേമവുമായിരിക്കട്ടെ. ആർക്ക്? ഇയാള് പറഞ്ഞിട്ടുണ്ട് എന്തറിയോ? നിങ്ങളെ കൂട്ടത്തില് ആർക്കും ഉളുപ്പില്ലല്ലോ. തേനോലിയാരെ പേരക്കുട്ടികളെ പറ്റി അങ്ങനെ കാടടക്കി വെടിയേക്കാൻ പറ്റുമോ? ആർക്കും ഉളുപ്പില്ല. എന്നിട്ട് അത് പറഞ്ഞൊരു ഉസ്താദിനെ കൊണ്ട് തന്നെ ദ്വാരിപ്പിച്ചും ചെയ്തു, ഉദ്ഘാടനം ചെയ്യിപ്പിച്ചും ചെയ്തു. ഇപ്പൊ ഉളുപ്പാർക്ക ഉളുപ്പ് വേണ്ട, അത് മുഖ്യ വെള്ളം ഒന്ന് കുടഞ്ഞണ്ട മേത്തക്ക്. എന്താ ഇതിനൊക്കെ കാട്ടുക? എന്നിട്ട് ഇയാള് പറയാ OICയുടെ അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്നു ഞാൻ ആഫ്രിക്കയിലെ സെനഗലിന്റെ തലസ്ഥാനമായ ഡക്കാറിലേക്ക് പുറപ്പെടുകയാണ്. നിങ്ങൾ എവിടുക്കാ പുറപ്പെട്ടതെന്നും എവിടുക്കാ എത്തിയതെന്നും എവിടെ ഉണ്ടേനിയെന്നൊക്കെ ഞങ്ങൾ അടുത്ത ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു തരണ്ടേ? എവിടുക്കാ എത്തിയെന്ന് ഞങ്ങൾക്കറിയാം, ആരാ വിളിച്ചതെന്ന് ഞങ്ങൾക്കറിയാം, എവിടം വരെ എത്തിയെന്നും അറിയാം, ഏത് വിമാനത്തിലാ പോയതെന്നും അറിയാം. ഇങ്ങള് മറ്റേ ഹസ്രജിന്റെ വടക്കണിയിൽ പാത്രം മോറേനിയോന്നും ഞങ്ങൾക്കറിയാം, ഒക്കെ അടുത്തിന്ന് പറയാ. അങ്ങനെ ഇനി നിങ്ങൾ നോക്ക്, എന്താ ഈ കത്തിലിഞ്ഞ് ഫുദൂലാത്തല്ലാത്ത ബാക്കി. അപ്പോ ഇങ്ങനൊരു ജാതി വിഡ്ഢിത്തരം നിങ്ങൾ സമൂഹത്തിൽ പറയും എന്നതുകൊണ്ടല്ലേ? എന്താ വിഡ്ഢിത്ത? ഇയാള് മാത്രല്ല, ചെറുശ്ശേരി ജയതി മൂലർ എന്തൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആചാർ ഇയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സൈനുദ്ദീൻ മൂലർ പറയാ, ആ മുടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ആ മുടി കൊണ്ടുവന്നിട്ട് കത്തിച്ച് കാട്ടിക്കൊടുക്കണം. കത്തിച്ച് കാട്ടിക്കൊടുത്താ പോലെ ചിരട്ടക്കണൽ ഉണ്ടാക്കണം. ബിരിയാണിക്ക് അടുപ്പ് മൂട്ടല്ല, മുത്തുനബിന്റെ മുടി കത്തിച്ചാൻ അടുപ്പ് മൂട്ടുന്ന കഥ ചെറുശ്ശേരി ജയന്തി മൂലര് പറയുന്നത് ഒന്ന് നോക്കാണ്. ചെറുശ്ശേരി ജയന്തി മൂലര് പറയാ, തങ്ങളെ തലന്റെയും താടിന്റെ ഒക്കെ അതിന്മേ കൂടെ നടന്ന ടവലിന് തീ പിടിക്കൂല. ഈ അടിസ്ഥാനത്തിൽ പുണ്യനബിന്റെ ആ മുടി തീയിലിട്ടിട്ട് യാതൊരു കേടുമില്ലെങ്കിൽ അതിനെ വല്ല രാസവളങ്ങളും വളമൊന്നും ഉപയോഗിക്കാത്ത മോലിയാരെ ബായന്റെ മൊരറ്റിലൊക്കെ ഇട്ട സാധനല്ലേ രാസവളം, അത് മുടിമത്തേക്കല രീതിയിൽ കറക്റ്റായിട്ട് കഴിയാൻ ശേഷമാണെങ്കിൽ അത് അടുപ്പിലേക്ക് നല്ല ചിരട്ടക്കണൽ ഉണ്ടാക്കിയിട്ട് അയക്കാണ്ടിടുക. ചിരട്ടക്കണലൊക്കെ ഉണ്ടാക്കി അയക്കാണ്ട് ഇടുക. മോലിയാർ ഇങ്ങനെ ബിൽറ്റും കെട്ടി കള്ളിത്തുണി എടുത്ത് നോക്കി ഇങ്ങനെ നമ്മൾ ഈ മുടിയും ചെമ്പും ചിരട്ടിയും അടുപ്പൊക്കെ ആയിട്ട് ആ മൂച്ചിന്റെ തൊട്ടേക്കാണ് ചെല്ലുക. എന്നിട്ട് അവിടെ അടുപ്പ് മൂട്ടിയിട്ട് ഇത് ഇങ്ങനെ കത്തിച്ച് കാട്ടിക്കൊടുക്കാം. മൂലേരാപ്പിളങ്ങനെ കുത്തിർക്കും, നമ്പൂരി ആഫീസ് കുത്തിർക്കണ മാതിരി. എന്നിട്ടോ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നങ്ങനെ കത്തിച്ച് കാട്ടിക്കൊടുത്ത മൂലേര ഔദാര്യം മുടി നബി തങ്ങൾതാന്ന് അംഗീകരിച്ചു. നിങ്ങൾ വലിയ കൂട്ടക്കാരാന്ന് സമ്മതിച്ചു തരൂല. എന്നിട്ട് യാതൊരു കേടുവയിലില്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രകാരം തങ്ങളതായതുകൊണ്ട് തന്നെയാണ് കത്താക്കുന്നത്. മൂല്യാര ഔദാര്യം നമുക്കൊരു ചീട്ട്. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ വലിയ കൂട്ടരാണ് എന്ന് ഞങ്ങളോട് സംഭവിക്കൂല. സോക്കട് മനസ്സിലായില്ലേ? മൂല്യാരെ കൊണ്ടോട്ടി മൂല്യാരെ കൂട്ടുന്നു കോഴി ഊക്കിയിട്ടില്ലെങ്കിലും സൂര്യ ഉദിക്കൂലേ? നിങ്ങൾ എവിടെയാ? കൊണ്ടോട്ടിയിൽ കോഴി ഊക്കിയിട്ടില്ലെങ്കിൽ നേരം വെളുക്കാക്കുവോ? നിങ്ങൾ വലിയ അപ്പൊ എന്താ നമ്മൾ ഏത് സനത് കാട്ടിക്കൊടുത്തിട്ടും കാര്യമല്ല. ആ സനതിൽ അവസാനത്തെ റജിലാരാ? AP ഉസ്താദാ. AP ഉസ്താദ് സിക്കത്തല്ലല്ലോ, അതുകൊണ്ട് വെള്ളം കുടിച്ചാൻ തോഫീക്കുണ്ടാവില്ല. കൂട്ടരെ, നിങ്ങൾ കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയേണ്ട, ഒറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. സനത് എവിടുക്കാച്ചാ കൊണ്ടുവന്നേരാ, സനത് എങ്ങനെയും വിശദീകരിച്ചു തരാം. പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സിഖത്താണ് എന്ന് അഹമ്മദ് ഹസ്രജിക്ക് ബോധ്യമുണ്ട്. അബ്ബാസ് അലി മാലിക്കിക്ക് കാന്തപുരം ഉസ്താദ് വിശ്വസ്തനാണ്. മുഹമ്മദ് അലബി മാലിക്കിക്ക് വിശ്വസ്തനാണ്. സബാഹ് റിഫായിക്ക് വിശ്വസ്തനാണ്. ലോക മുസ്ലിം പണ്ഡിതന്മാർക്ക് വിശ്വസ്തനാണ്. കാന്തപുരം ഉസ്താദ് മുടി സൂക്ഷിക്കാൻ പറ്റിയ വിശ്വസ്തനാണ് എന്ന് നിങ്ങളെ മുഷാവറ പറയുന്നുവോ, അന്ന് നിങ്ങൾ പറയുന്നിടത്തേക്ക് രണ്ട് മുടിയുടെയും സനത് നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ എത്തിച്ചു തരാം. കാന്തപുരം ഉസ്താദ് വിശ്വസ്തനാ സമ്മതിക്കും. എന്നാ പിന്നെ നിങ്ങൾ ആഫീസ് കൂട്ടേണ്ടി വരൂലേ? നിങ്ങൾ ആകെ ജീവിക്കണേ കാന്തപുരം ഉസ്താദിനെ കുറ്റം പറയുന്നിടത്തല്ലേ? എന്നിട്ടോ ഇത് വല്ലാത്ത അപകടല്ലേ? ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചു പോയി.
അപ്പൊ സുന്നികൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് നേരിടുക, അങ്ങനെ ശരീരം ജീർണിച്ചു പോകൂല. അപ്പൊ ജമാഅത്ത് ഇവരെ ചോദിച്ചിട്ടില്ല റൗദ് എന്ന് മാന്തി നോക്കല്ലേ, എന്തായാലും മറുപടി പറയാ. അപ്പോ AP ഉസ്താദ് പറഞ്ഞു, സാധാരണ മുസ്ലിങ്ങൾ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അങ്ങനെ പറയരുത്. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ നാവ് കരിഞ്ഞു പോകുമെന്ന് ഉസ്താദ് അവരെ ഇസ്ലാമിന്റെ പേരിൽ ഭയപ്പെടുത്തി. അപ്പൊ ചെറുശ്ശേരി മൂലയർ ദാറുലുദ്ദീൽ സംസാരിക്കുമ്പോ തന്നെ അയാൾ പറയുന്നത്, എനിക്ക് ടൈമില്ല, ഒരു എത്തും പൊടിയൊന്നും കിട്ടണില്ല. എത്തും പൊടിയും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പുടുത്തം കിട്ടാത്തല്ലേ പറയാ. അങ്ങനെ ഇയാള് എന്തു പറയണങ്ങള്, ഇയാള് പറയണത് പുടുത്തം കിട്ടണില്ല. പാണക്കാട് തങ്ങൾക്കും എനിക്കൊക്കെ ഇവിടെ സമയം തന്നിക്കണ്, സമസ്തന്റെ സെക്രട്ടറിക്ക് സമയം കൊടുക്കുക ആരാ? പ്രഭാഷണമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏത് വിഷയത്തിലാണ് മുഖ്യ പ്രഭാഷണം നടത്തേണ്ടത് എന്നതിൽ തന്നെ എനിക്കൊരു എത്തും പിടിയുമില്ല. അത്തും പിത്തും ഞങ്ങൾ പറയുന്നില്ല, എത്തും കൂടിയും കിട്ടണില്ല. അത് മോലിയാരെ പ്രസംഗത്തിൽ തന്നെ മനസ്സിലായി. AP ഉസ്താദ് പറഞ്ഞത് നാവ. അപ്പൊ എന്താ ഉസ്താദ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് 4 പറയണ്ടേ? മോലിയാരാണ് പറയാൻ തുടങ്ങി, മൂപ്പര് പഠിച്ചതൊക്കെ. അപ്പൊ ഞങ്ങളെ പറ്റി വലിയൊരു യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുണ്യനബിന്റെ മുടി കത്തിക്കാൻ പറഞ്ഞാൽ ആ നാവ് കരിഞ്ഞു. ആ പുണ്യനബിന്റെ മുടി അല്ലാത്ത മുടിയാണ്, അങ്ങനത്തെ ഒരു മുടിയെ പറ്റി പുണ്യനബിന്റെ മുടിയാണ് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണും മൂക്കും കാലും സാമാനൊക്കെ കരിഞ്ഞു പോകും. ഞാനേ ഒരു പരിപാടിയിൽ ഈ ക്ലിപ്പൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ വണ്ടി കയറാൻ നേരത്തെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അല്ല ഉസ്താദ് ഏത് പോട്ടറാ സമസ്തന്റെ സെക്രട്ടറി? അതിനൊരു തെക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ പലചരക്ക് വീടിൽ നിന്ന് കിട്ടുന്ന സിന്തോൾ സോപ്പ് അല്ലാതെ തൊട്ടാ ഒന്ന് മുറിയുന്നതാണത്. അത് പറഞ്ഞപ്പോ അതിനും എസ്കക്കാര വക തെക്ക് ബീറ്. എന്റെ ചെങ്ങായിമാരെ, എന്താ നിങ്ങളെ പറ്റി ഞങ്ങള് പറയാ? ഇനി ഇയാള് ഭയങ്കര തെഹക്കീക്ക് പറയുന്നുണ്ട്. എന്താ പറയുന്ന നിങ്ങള്? ഈ പ്രധാനമന്ത്രി ഒന്നും പാത്താൻ കുത്തിരിക്കലേ മൂപ്പർ കയ്യില് ഭയങ്കര. ഇയാളൊരു ശിഷ്യനോട് പറഞ്ഞു, എന്താ അറിയോ, അല്ല നിങ്ങൾ ഉസ്താദ് ഇപ്പം മയക്കി കൂടെ നല്ല സെക്സ് പറയലോട് തീകണല്ലോ. അപ്പൊ എന്താ ശിഷ്യൻ പറയണറിയോ, അയിഞ്ച ഉസ്താദേ ഞമ്മള് സെബുക്കിൽ ഇത് കേട്ട് മടുത്തീനി. കാരണം അതല്ലാതെ അയാള് പറയലില്ല, മൈക്കന്റെ മുമ്പിലും പറയലോടത്തിയോ. അപ്പൊ പിന്നെ നമുക്ക് തോന്നി ഇത് ക്ലിപ്പ് ഇടണേ നമ്മള് പോയത്തക്കാരാകും, അതോ കോലം. അപ്പൊ ഇയാള് പറയാ പ്രധാനമന്ത്രിയൊക്കെ പാത്താൻ പോണത് കുറച്ച് കനത്തിലെ കുറച്ച് ബൽതൊക്കെ കേൾക്കാരെന്നൊക്കെയാ മൂപ്പര് പറയുന്നത്. നമ്മളടിയിൽ ഉണ്ടാവില്ല, ഓലപ്പോലത്തെ ആളുകളുടെ അവർക്ക് വലിയ എതിരുണ്ട്. നമ്മൾ സാധാരണ പാത്താനിരിക്കണ മാതിരിയിലല്ല ഒരു ഇന്ത്യന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പാത്താൻ കുതിർക്കുമ്പം വളരെയധികം പരിശോധിച്ചിട്ട് വളരെയധികം ക്ലിയർ ചെയ്തിട്ടേ അവർക്ക് പാത്താൻ കഴിയുള്ളൂ. കാരണം എന്താ, മോലിയാര് പറഞ്ഞു അത് കുറച്ച് ബൽദേകാരം, അപ്പൊ കുറച്ച് ബല്യമൂത്രപരമാണ്ടേ. ഞാൻ ദുബായി പോയപ്പോ അവിടെ ഒരു ഹക്കീമാജി എന്നൊരു സഹോദരൻ ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അയാള് അവിടെ ഒരു ബുർജ് ഖലീഫ് പറഞ്ഞ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഉയരം കൂടിയ. മൂപ്പരിങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ മുകളിലൊന്ന് പോയി നോക്കാറ്. ഞാനും കരുതി ആ ഒബാമയൊക്കെ നേരിട്ട് പാത്താൻ പറ്റില്ല, അതിന്റെ മുകളിലേക്കാരം ഒന്ന് കേറി നോക്കുകയാണ്. അങ്ങനെ കേറി നോക്കി നോക്കുമ്പോ നമ്മളെ പള്ളിക്കല മൂത്രപ്പേരനെയും വലിപ്പം അവിടെ അല്ല, അങ്ങനെയുള്ളൊരു. അപ്പൊ ഞാൻ മനസ്സിലാക്കി അവിടെ വന്ന് പാത്തി പോകലാന്ന്. അപ്പൊ അവിടെയൊന്നും അല്ല, പിന്നെ എവിടെയപ്പോ ഈ മൂത്രപ്പേരാന്ന് അള്ളാഹുവായാലും. ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു വിഡ്ഢിവേഷം കെട്ടി കുറച്ച് മൂല്യന്മാർ. AP ഉസ്താദ് ആലിമീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാകാനും ആഹോരാത്രം പണിയെടുക്കുക ഒരു ഭാഗത്ത്, ഈ മൂല്യന്മാർ അത്തയാത്തിൽ ഒന്നുറിഞ്ഞ മാതിരി ഇതൊക്കെ ഏർപ്പാക്കി തരാം. അതുകൊണ്ടാണ് ഉസ്താദ് എന്ത് ചെയ്യണതൊന്ന് ഐക്യത്ത് പോകാം, മസ്ലഹത്ത് പോകാന്ന് പറയണേ. എന്നിട്ട് എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ ഇതിന്റെ പേരിൽ മുസ്ലിംമാര് പറഞ്ഞു. ഒരു മൂലര് പറയണ നല്ലത് നല്ലോല കയ്യിലേക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് ഷാർ മുബാറക്ക് AP ഉസ്താദിന്റെ കയ്യിൽ കിട്ടൂലെന്നാ അയാള് പറയണേ. അത് പറഞ്ഞിട്ട് ഇവർ ആ വാദത്തിന്മേലാണ് പണ്ട് എന്തു പറഞ്ഞതറിയോ, മമ്പറം മക്കാമ് ഞങ്ങളെ കയ്യിലാ, നല്ലത് നല്ലൊലിക്കേ കിട്ടുള്ളൂ, ഞങ്ങളാ നല്ല സമസ്ത. നമ്മൾ അന്നേ പറഞ്ഞ് അത് അള്ള ചെയ്തൊരു ഹിക്മത്താ. കാരണം എന്താ നിങ്ങള് മമ്പറം മക്കാമ് ഞമ്മളെ കയ്യിൽ തന്നിക്കണെങ്കിലേ എസ്കക്കാര് പറയും അവിടെ തക്കാളിപ്പെട്ടിയുള്ളൂ, മമ്പറം തങ്ങളില്ല എന്ന് പറയും. ഉണ്ടെങ്കിൽ എവിടെ സനത് എന്ന് ചോദിക്കും. എന്താ നമ്മളതിന് സനത് പറഞ്ഞു കൊടുക്കാം, മൂമിനികൾ അങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട് എന്നല്ലാതെ. അതുകൊണ്ട് അള്ള എന്ത് ചെയ്തു, നീർച്ചപ്പെട്ടി കൂരിയാടിനും കൊടുത്ത് ഔലിയാനെ അമ്മക്കും തന്നു. അങ്ങനെ എന്റെ സംഗതി CM മക്കാമിലെ നേർച്ചപ്പെട്ടി ഓൽക്ക വലിയുള്ളായി അമ്മക്ക.
അതുകൊണ്ടാണ് CM വലിയുള്ളാഹി സുജൂദ് ചെയ്തുകൊണ്ടാണ് മർക്കസിന് ശിലയിടാൻ സ്ഥലം കാട്ടിക്കൊടുത്തത്. അവിടെ ബർക്കത്തില്ലാക്കൂല, അവിടെ മുറി വരാക്കൂല. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ കണ്ണാടിപ്പറമ്പ് പറയാ, ഷറഫാക്കപ്പെട്ട ഒരു സാധനം കിട്ടിയെന്ന് കരുതി കിട്ടിയവർക്ക് ഷറഫുണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരേ ജാതിപ്പെട്ട പണ്ട് മുജാഹിദിന്ന് അങ്ങനത്തെ വൈരുദ്ധ്യം കിട്ടല്. ഇങ്ങനെ 4 മൂല്യന്മാര് പറഞ്ഞ 4 വൈരുദ്ധ്യം. നമ്മളെ അത്തായി പൂക്കോട്ടൂര് മൂപ്പര് ഭയങ്കര മുഹക്കിക്ക. മൂപ്പര് പറയുന്നുണ്ട് ഷറഫാക്കപ്പെട്ടോലെ കയ്യിലെ ഷറഫാക്കപ്പെട്ടത് കിട്ടുള്ളൂ എന്ന് ചാലിയെത്തുന്നേ. പിന്നെ കേട്ട് ചെമ്പ്രമൊക്കെ എത്തിയപ്പോ അയാൾ പറഞ്ഞു, എന്ത് അല്ലല്ല, ജൂതന്മാരെ കയ്യില് പിന്നെ മസ്ജിദുൽ കിട്ടിയില്ലേ, അതുകൊണ്ട് നല്ലോലെ കയ്യിലല്ലാത്തതും നല്ലതെത്തൂൻ. കണ്ടങ്ങള് മുന്നിൽ ആപ്പിള പറയണ മാതിരി പറയാ, ഇയാക്കെന്ത് ദീന്, കാട്ടുകോയ്ക്കെന്ത് ചങ്കരാന്തിയ, അങ്ങനെ പറയാണ്. അതൊക്കെ പാടൊന്ന് കേട്ടോളൂ. തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ തന്നെ മുടി കളഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. അയാൾ അത് പറയാൻ അന്ന് മൊട്ടക്കടിച്ചു വന്നതാ. ആ മുടി വിതരണം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, നിങ്ങളെ മെമ്പർഷിപ്പ് SKSSF-ലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSF-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം, മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. സക്കരിയ സുലൈന്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, അത് പണ്ടത്തെ അത്തായിയ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. ഷറഫാക്കപ്പെട്ട ഒരു സാധനം കിട്ടി എന്നതുകൊണ്ട് കിട്ടിയാൾക്ക് ഷറഫുണ്ട് എന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാം ഖിബ്ലയായ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കയ്യിലാവില്ലായിരുന്നു. മമ്പറമക്കാം നിങ്ങളെ കയ്യിലും ആവൂലേനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. ഇനി മുടിയിട്ട വെള്ളത്തിന് പ്രാധാന്യമല്ലേ ഉണ്ട്. എന്നെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്, മുടി മർക്കസിലെത്തിയ അന്ന് മുതൽ പിടി തുടങ്ങിയതാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, മുടിയിട്ട വെള്ളമാണെങ്കിൽ ആദ്യം കുടിക്കുന്ന ആൾ ഞാൻ തന്നെ. സ്വഹീഹായ മുടിയാവണം, സനദ് ഉണ്ടാവണം. അതിവിടെ ഏപിസ്താന്റെ കയ്യിൽ കിട്ടാക്കും വേണം. ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി പറഞ്ഞു, അത് പല ആളുകളുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. തുർക്കിയിലെ മുസ്തഫ കമാലിന്റെ നാട്ടിലുണ്ട്, തുർക്കിയിലുണ്ട്. അയാളാണ് ധാരാളം മോശപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തിയത്. അതുകൊണ്ട് മോശപ്പെട്ടവരുടെ കൈകളിൽ വരുന്നതിനും അത്തരം ആസാറുകളൊക്കെ വരുന്നതിനും ലോകത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മർക്കസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണെന്നോ AP അബൂബക്കർ മുസ്ലിയാർ വലിയാണെന്നോ വരില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, നിങ്ങളെ മെമ്പർഷിപ്പ് SKSSF-ലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSF-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം, മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. ഇതാ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. വലിയ പെടല വെട്ടറ്. 2 കൊല്ലത്ത് വള്ളം കൊള്ളണ ചെറിയ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട് എന്ന് വിചാരിച്ച് ബൈത്തുൽ മുഖദ്ദസിന് ഷറഫ് പറഞ്ഞിട്ടുള്ള ദൂതന്മാർക്ക് ഷറഫ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവരെ കയ്യിലേക്ക് മുസ്തഫ നബി തങ്ങളെ മുടി വന്നു എന്നുള്ളത് ഇവർക്ക് ഷറഫ് കൂടാനും പോകുന്നില്ല, നബി തങ്ങളെ മുടിന് ഷറഫ് കുറയാനും പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. വലിയ പെടല വെട്ടറ്. ഇനി എത്ര പെടാൻ പോണെന്ന് അറിയോ? നിർത്തിക്കളി പണി. നന്നായി പറയും, മനസ്സിലാക്കിക്കോളി, നന്നായി പറയും. ഈ പണി തുടങ്ങിയത് നിങ്ങളാണ്. നാട്ടിൽ നിന്ന് ഈ തോന്നിയാസം നിർത്തി വല്ല ഖൈറുണ്ടെങ്കിൽ അത് ചെയ്യല നിങ്ങൾക്ക് നല്ലത്. ഞങ്ങള് ശരിക്കും നിങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യും, യാതൊരു മടിയിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് മര്യാദക്ക് ദീനിന് വല്ല ഖൈറും ഉദ്ദേശിച്ച പണി നിങ്ങൾ കരുതുണ്ടെങ്കിൽ അത് ചെയ്തോളി. ഞങ്ങൾ പിത്തനെയാക്കാൻ വരൂല. AP ഉസ്താദ് 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു, നിങ്ങളെ ഊരമേലാണ്. നിങ്ങൾ എന്തിനതിന് പൊറുതിയേടാണ്? ഇവന് പണ്ട് 1 കോടി രൂപ ചെലവിൽ AP ഉസ്താദ് 10 സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ AP 1 കോടിയോ ഒലക്കുണ്ടാക്കുന്ന പറഞ്ഞു. ഇപ്പൊ പറയണ AP അല്ലേ 40 കോടിയല്ലേ ഉണ്ടാക്കൂട്ടോ. ഇനിയിപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? മുടക്കണം. അതിനെന്താ ഞമ്മളണ്ട് ഇറങ്ങുക നാട്ടില്, വെറുതെ തൊള്ളിയിലെ കാറ്റ് കളയണ്ട. സംഗതി അവിടെ അള്ളാന്റെ ഓഫീസോടുകൂടെ പള്ളി കയറും. 25,000 ആളുകൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി കോഴിക്കോട്ടങ്ങാടിയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് കോഴിക്കോടങ്ങാടിയെ പറ്റി പറയുന്നവർക്ക് ആർക്കെങ്കിലും അതിൽ പ്രശ്നമുണ്ടോ?
കാരണം എന്താ സഹോദരന്മാരെ, അമ്മക്കറിയില്ലേ, കോഴിക്കോട്ടങ്ങാടി ഇവലെ കൽബോലല്ല, അത് വികസിക്കൂലേ? കോഴിക്കോട്ടങ്ങാടിയിൽ ജനത്തിരക്ക് കൂടല്ലേ? കോഴിക്കോട് സിറ്റിയിൽ AP ഉസ്താദ് ഉണ്ടാക്കിയ 10 പള്ളിയിലും ജനനിബിഡമായി പുറത്ത ആളുകൾ നിസ്കരിക്കണേ. കൂരിയാട് മൗലവ്യങ്ങാനും കോഴിക്കോട്ടങ്ങാടിയിൽ വെള്ളിയാഴ്ച ജുമാന്റെ നേരത്തെ എന്നാൽ അറബിയിൽ ഖുതുബുള്ള ഒരു പള്ളി കയറണമെങ്കിൽ AP ഉസ്താദ് ഉണ്ടാക്കിയ ഏതെങ്കിലും പള്ളി കയറണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്ക് മിനിമം ചാർജാണ് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനമല്ല. അതുകൊണ്ട് AP ഉസ്താദ് ഒരു 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുക, അതിനെന്താ നഷ്ടം? പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പണ്ട് ഡൽഹി ജുമാ മസ്ജിദ് അന്നത്തെ 40 കോടിയല്ലേ? താജ്മഹലും ചെങ്കോട്ടയും ഒക്കെ മുസ്ലിം സമുദായത്തിന്റെ സംഭാവനകളല്ലേ? വർത്തമാനകാല മുസ്ലിം സമുദായത്തിന് അനവധി സംഭാവനകൾ നൽകിയ കാന്തപുരം ഉസ്താദ് അത് നിർവഹിക്കട്ടോ നാവടക്ക്. പക്ഷേ ഒന്നുണ്ട്, സംഗതി അള്ളാന്റെ തൗഫീഖോടുകൂടെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സംഗതി എന്താ ഉണ്ടാകാൻ പോണത് കാര്യങ്ങള്? ഇപ്പൊ നമ്മളെ സാമൂഹ്യ പാഠത്തിലൊക്കെ ഓരോ ചോദ്യമുണ്ട്. താജ്മഹലിനെ പറ്റിയും ചെങ്കോട്ടയെ പറ്റിയും ഡൽഹി ജുമാ മസ്ജിദിനെ പറ്റിയൊക്കെ സമുദായം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാ താജ്മഹൽ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾ ഒറ്റയടിക്ക് മറുപടി പറയും ഷാജഹാൻ ചക്രവർത്തി, പേരുകൊണ്ടൊരു മാപ്പിളയല്ലേ. 25 കൊല്ലം കഴിഞ്ഞ ആ ചോദ്യം ഉണ്ടാവും. മാപ്പിള മലബാറിന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ കോഴിക്കോട് പട്ടണത്തിൽ ചരിത്രപ്രസിദ്ധമായ തിരുകേശപ്പള്ളി ഉണ്ടാക്കിയ ആ മോലിയാരാൻ അള്ളാന്റെ തൗഫീഖോട് നമ്മളെ കുട്ടികൾ ചന്തിമ കൊട്ടി എഴുതൂലേ, കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ നദ്വി തേൻ ഉസ്താദിന്റെ കുട്ടികൾ മുഴുവയിൽ സന്തോഷിക്കും. നിങ്ങളെ പേരെ കുട്ടികൾ മാനം കെടും. പരീക്ഷകളിൽ കുത്തുന്ന ഇങ്ങനെ പറയും, പണ്ടാറടക്കം ആ തന്തക്കൊന്ന് തൊള്ളടക്കിക്കൂടെ. പള്ളി കയറിയും ചെയ്ത് മനുഷ്യൻ മാനം കെട്ടും ചെയ്ത് പേരക്കുട്ടികളെ മാനം കേൾക്കാൻ 1000 റുപ്യ തന്നോളി, പള്ളി കയറ്റാനല്ല. അതല്ലെങ്കിലും കാര്യം കുട്ടികള് പിരാകും, കബറിലൊരു സുഖം കിട്ടൂല. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തിനായി വേണ്ടാത്ത പണിക്കണേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഈ വിവാദങ്ങൾ നിർത്തി ദീനിന് ഖൈറുള്ളത് ചെയ്തോ. അതാണ് സമുദായം പ്രതീക്ഷിക്കുന്നത്, അതാണ് സമുദായം ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ സമുദായത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അതാണ്. അറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞ ഗൾഫിൽ വെച്ചുകൊണ്ട് അഡ്നോക്കിന്റെ വിസയിൽ ഗൾഫിലേക്ക് കയറിയ അനാഥകളായ മക്കളോ, അഗതികളായ മക്കളോ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ തൊഴിൽ കൊടുത്ത യതീമുകളാണ്. പെരിന്തൽമണ്ണക്കടുത്തുള്ള ചുമട്ടു തൊഴിലാളിയായ ഒരു സഹോദരന്റെ കുടുംബം, അതാ പട്ടിണി പാവങ്ങളായ കുടുംബമാണ്. ആ കുടുംബത്തിൽ കുടുംബനാഥനതാ പെട്ടെന്ന് അതാ വണ്ടിയിൽ നിന്ന് വീണ് മരണപ്പെടുകയാണ്. പരിസരത്തെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാര് ആ ഉമ്മയുടെ മക്കളെ മർക്കസിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. കാന്തപുരം ഉസ്താദ് അവർക്ക് അറിവ് കൊടുത്തു, അന്നം കൊടുത്തു, ആഹാരം കൊടുത്തു വളർത്തുകയാണ്. അഡ്നോക്കിന്റെ വിസയിൽ മിടുക്കനായ വിദ്യാർത്ഥി ഗൾഫിലെത്തുകയാണ്. അഡ്നോക്കിന്റെ ഓഫീസിൽ സുന്ദരമായ ജോലി കിട്ടുകയാണ്. ആദ്യമായി തന്റെ കയ്യിലേക്ക് 50,000 ശമ്പളത്തിന്റെ നോട്ടുകെട്ടുകൾ എത്തുമ്പോൾ തനിക്കാദ്യമായി കിട്ടിയ നോട്ടുകെട്ടുകളാ തന്റെ ജീവിതത്തിൽ പൊറ്റുപിതാവായി നിന്ന കാന്തപുരം ഉസ്താദിന്റെ കയ്യിലൊന്ന് കൊടുക്കാൻ ദുബായിലെത്തിയ ഉസ്താദിന്റെ കയ്യിലേക്ക് ആ നോട്ട് കൊടുക്കുമ്പോൾ ഉസ്താദ് പറയുന്നു, മോനെ, നിന്റെ മാതാവ് 1000 നോട്ട് കണ്ടിട്ടില്ല, അത് നിന്റെ ഉമ്മക്ക് അയച്ചു കൊടുക്കൂ. ഇതാണ് കാന്തപുരം ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാവടക്കിക്കൂടെ മുസ്ലിമേ? സാധാരണ മുസ്ലിം ചെറുപ്പക്കാരാ, ഞങ്ങൾ ഈ തർക്കം ആഗ്രഹിക്കുന്നവരല്ല, ഞങ്ങൾ ഈ വിവാദങ്ങൾ കൊതിക്കുന്നവരല്ല. പക്ഷേ ദീനിനു വേണ്ടി ഖിദ്മത്തെടുക്കുന്ന, സമുദായത്തിനു വേണ്ടി ഉറക്കൊഴിക്കുന്ന, അതിനുവേണ്ടി ആക്ഷേപം സഹിക്കുന്ന, താടിയും മുടിയും നരച്ച വന്യവയോധികരായ ഞങ്ങളെ ബഹുവന്യരായ ശൈഖുന എന്തിനാ അദ്ദേഹത്തിന്റെ മാംസം ഇങ്ങനെ ഭക്ഷിക്കുന്നത്? നിങ്ങൾക്ക് സമുദായത്തിന് ഉപകാരമുള്ളത് ചെയ്തുകൂടെ?
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ പിന്നീട് ആ മകന്റെ നാട്ടിലെത്തുകയാണ്. നാട്ടിലെത്തിയ ആ ചെറുപ്പക്കാരൻ തന്റെ മാതാവിനെ കൂട്ടി മർക്കസിലെത്തുമ്പോൾ അതാ ആ ഉമ്മ പറയുന്നു, ഉസ്താദേ, അയൽവക്കത്തെ അടുക്കളയിൽ പാത്രം കഴുകി എന്റെ മക്കളെ വളർത്തുമ്പോൾ എന്റെ മക്കൾ മാംസം കഴിച്ചിട്ട് ദിവസം കുറേയായി. എനിക്ക് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് ഞാനൊരു ദിവസം അല്പം മാംസം വാങ്ങിക്കൊണ്ടുവന്നു എന്റെ അടുക്കളയിൽ വെച്ച് അടിച്ചു വരാൻ പോയപ്പോ ഭദ്രമായ വാതിലുകളില്ലാത്ത കെട്ടുറപ്പില്ലാത്ത വീടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അടിച്ചു കയറി വന്നപ്പോഴേക്ക് എന്റെ അടുക്കളയിൽ എന്റെ മക്കൾക്ക് പാത്രം കഴുകിയ കാശ് കൊണ്ട് വാങ്ങിയ മാംസം അതാ പട്ടിയെടുത്തു കൊണ്ടുപോയി. അന്ന് ഞാൻ അനുഭവിച്ച വേദനയുണ്ട്. ഇന്ന് ഞാൻ സുന്ദരമായ വീട്ടിലാ അന്തി ഉറങ്ങുന്നത്. എനിക്ക് ഭക്ഷണത്തിന്റെ സങ്കടമില്ല. എന്റെ മക്കളെ കുറിച്ച് എനിക്കൊരിക്കലും ആശങ്കയില്ല. അതുകൊണ്ടാ ലോകം കാന്തപുരം ഉസ്താദിന് അബുല്ലൈത്താമെന്ന് പറഞ്ഞത്. അനവകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹഖദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗലോകത്തിൽ പ്രകാരമാണെന്ന് തന്റെ രണ്ട് കൈകൾ ഉയർത്തി കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയമായ പിന്തുണ കാന്തപുരം ഉസ്താദിനുണ്ട് എന്നത് ഞങ്ങളെ അവകാശവാദമല്ല. സയ്യിദ് മുഹമ്മദ് അലവി മാലിക് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ സത്യമാണ്. ബഹുമാനനായ അഹമ്മദ് ഖസറജി അവിടുന്ന് പറഞ്ഞു, ഞാനിത് തരുന്നത് കാശിന്റെ പേരിലല്ല. അമ്പലക്കടവ് തന്നെ പറഞ്ഞില്ലേ, അഹമ്മദ് ഖസറജിക്ക് കൊടുക്കാനുള്ള കാശ് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അഹമ്മദ് ഖസറജിയാണ് പറയുന്നത്, സഖാഫിമാരല്ല, അഹ്സനിമാരല്ല, സഅദിമാരല്ല. സാക്ഷാൽ അഹമ്മദ് ഖസറജി പറയുകയാണ്, ബിഅംരിൻ മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാനിത് കൊടുക്കുന്നതെന്ന് സ്വപ്നത്തിലൂടെ ഹബീബ് എനിക്ക് വിവരം തന്നു എന്നത് സഹോദരന്മാരെ സത്യമാണെന്ന് ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ലോകത്തിന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അങ്ങനെ പറയേണ്ട കാര്യം ഖസറജിക്കുണ്ടോ? ഹബീബിന്റെ പേരിൽ ഒരു കള്ളുകുടിയൻ പോലും കള്ളം പറയില്ലല്ലോ. ഹബീബിന്റെ പേരിൽ ഒരു വൃത്തികെട്ട വ്യഭിചാരി പോലും കള്ളം പറയില്ലല്ലോ. എന്തിനാ ഞങ്ങളത് വിശ്വസിക്കേണ്ട കാര്യോ? വിശ്വാസമില്ലാത്തവർ മിണ്ടാതിരുന്നോ ഞങ്ങൾക്ക് ആക്ഷേപമില്ല. സ്വപ്നം കാണൂല എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട തേന മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറ്റപ്പെടുത്തലല്ലേ ഇത്? അവിടത്തെ പേരമക്കളിൽ പ്രധാനിയായ സൈനുദ്ദീൻ ബാഖവി എഴുതിയ തേനുസ്താദിനെ കുറിച്ചുള്ള ബുക്കിൽ പോലും അവിടുന്ന് ഓതാൻ പോയത് പോലും അള്ളാന്റെ ഹബീബ് സ്വപ്നം കാട്ടിയിട്ട അവിടുന്ന് ഉസ്താദിനെ തെരഞ്ഞെടുത്തത്, കോളേജ് തെരഞ്ഞെടുത്തത്, സ്ഥാപനം തെരഞ്ഞെടുത്തതെന്ന് അതാ തേനുസ്താദിനെ കുറിച്ച് എഴുതിയിട്ടില്ലേ? അതേ ഹബീബ് സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുക്കുമെന്നും ആ നിർദ്ദേശം മുസ്ലിം സമുദായം നടപ്പിലാക്കണമെന്നും തേന മുസ്ലിയാരുടെ ചരിത്രത്തിലില്ലേ? എന്തിനാ അതൊക്കെ ആക്ഷേപിക്കുന്നത്? പക്ഷേ ഞാൻ അമ്പലക്കടവ് പ്രസംഗിക്കാൻ പോയപ്പോ അവിടുന്ന് ഒരു ചോദ്യം കിട്ടി. എന്താ പകരായസനി കിനാ കണ്ടുകണ്, അതുകൊണ്ട് മൂപ്പര സംഘടനന്ന് പുറത്താക്കുവോ? ഞാൻ പറഞ്ഞു, ഇന്റെ പെണ്ണുങ്ങൾ ഒരു കിനാ കണ്ടീന് പെണ്ണുങ്ങളെ തൊലാക്കുമല്ലോ ചോദിച്ചാൽ എന്താ ഞാൻ പറയാ? എന്റെ പെണ്ണുങ്ങൾ എന്താ കിനാ കാണണ്ടേ കാണാതൊക്കെ ഉണ്ട് എനിക്ക് തീരുമാനിക്കാൻ കഴിയും. പിന്നെയല്ലേ സംഘടനയിലെ മെമ്പർമാര്. ഒരാളങ്ങനെ സ്വപ്നം കണ്ടിക്കണെന്ന് പറഞ്ഞാൽ സംഘടനന്ന് പുറത്താക്കാൻ പറ്റുമോ? കണ്ടച്ചവിടെ നിൽക്ക്, കേട്ട് ഞാൻ പറയട്ടെ എന്ന് പറയണോനോ പോയത്തക്കാരെന്ന് പറയില്ലാതെ. അതൊക്കെ ബാലിശമായ വാദങ്ങളാണ്. മുസ്ലിം സമുദായം ഈ തർക്കങ്ങൾ നിർത്തുക, ആദർശപ്പൊരുത്തമുള്ള ആലിമീങ്ങൾ ഐക്യത്തോടെ പോവുക. ഈ മഹല്ലത്ര സുന്ദരമായ മഹല്ലാണ്. ബഹുമാനപ്പെട്ട STSK തങ്ങൾ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, മഹാനവറുകൾ ഖാദിയായി കൊണ്ടുപോകുന്ന ഒരു മഹല്ല. ഈ മഹല്ലിൽ ഒരു ഗ്രൂപ്പില്ലാതെ നിൽക്കാൻ, അടിപിടിയില്ലാതിരിക്കാൻ, സംഘർഷങ്ങളിൽ
ഇല്ലാതിരിക്കാൻ നല്ല നിഷ്പക്ഷമതിയായി തന്റെ മഹല്ലിനെ മുന്നോട്ട് കൊണ്ടുപോയി ആത്മീയമായി സാന്നിധ്യം കൊടുക്കുന്ന ഒരു സാദാത്തിൽപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വമുള്ള ഇക്കാലം വരെ ഒന്നിച്ചു പോയൊരു മഹല്ലില് സമുദായത്തിന്റെ ഭക്ഷണം തിന്ന മുദർരിസേ, എന്തേ നിങ്ങൾ ആ കക്ഷിയുടെ പരിപാടിക്ക് പോയതോ? നിങ്ങൾ നീതി ചെയ്യണ്ടയോ? കൈലാറ്റയെ പോലെ ഏത് കോലിനും ഭാഗമാകാൻ പാടുണ്ടോ? മനുഷ്യന്മാര് അന്തസ് വേണ്ട, ആഭിജാത്യം വേണ്ട, ആണത്വം വേണ്ട. എന്തിനായി സമുദായത്തിൽ ഈ മഹല്ലത്തിൽ എത്ര മുദർരിസുമാര് പണിയെടുത്തു, എത്ര ഖതീബുമാര് ഖുതുബയോട്, എത്ര മുതല്ലിമീങ്ങൾ ഓതി പഠിപ്പിച്ചു. ഭക്ഷണം തന്ന നാട്ടുകാരെ തമ്മിലടിപ്പിക്കാൻ സാന്നിധ്യം കൊണ്ടോ ശ്വാസം കൊണ്ടോ വാക്കുകൊണ്ടോ സമയം കൊണ്ടോ ഇതുവരെ ഈ മഹല്ലിൽ നിന്ന പണ്ഡിതന്മാര് തയ്യാറായില്ലല്ലോ. അക്കാലത്തൊക്കെയും ഈ മഹല്ലൈക്യത്തിൽ പോയില്ലയോ? യോജിപ്പിൽ പോയില്ലയോ? സമാധാനത്തിൽ പോയില്ലയോ? മുഫ്തിനീങ്ങളായ ചില ആളുകളോ ഫസാദിന്റെ ചില കക്ഷികള് ഈ നാട്ടുകാരുടെ കുഴപ്പമാണിതെങ്കില് സമസ്തരണ്ടായിട്ട് കൊല്ലങ്ങളായി ഇതുവരെ ഇവിടെ വിവാദങ്ങളുണ്ടായില്ല, അടിപിടിയുണ്ടായില്ല. ഇതിന്റെ കാരണക്കാരാരാണെന്ന് ഈ മഹല്ലൈക്യത്തോടെ പോണമെന്ന് ചിന്തിക്കുന്ന ഉമറാക്കള്, മഹല്ല് യോജിപ്പിലൂടെ പോണമെന്ന് ചിന്തിക്കുന്ന നാട്ടുകാര് അസുഖം എവിടെയാണെന്ന് മനസ്സിലാക്കി ഭക്ഷണം കൊടുത്തോ? അസുഖം എവിടെയാണെന്ന് മനസ്സിലാക്കി ചികിത്സിച്ചോ? ഇവിടെ ഇനി അടി നടക്കരുത്, ഇവിടെ ഇനി കലാപം നടക്കരുത്. മുഅ്മിനീങ്ങളെ മുമ്പിൽ വേദികെട്ടിയിട്ട് ആലിമീങ്ങൾ തമ്മിൽ പറയുന്നതിന് പകരം മുഅ്മിനീങ്ങൾക്ക് നിസ്കാരത്തിന്റെ ഫളായില് പഠിപ്പിക്കണം, നിസ്കാരത്തിന്റെ ഷർത്ത് പഠിപ്പിക്കണം, നോമ്പിന്റെ ഷർത്ത് പഠിപ്പിക്കണം. ബറാഅത്തും മിറാജും വരുന്ന ദിവസങ്ങളാണ്, പരിശുദ്ധമായ ശഅബാനിന്റെ ദിവസങ്ങളാണ്, റജബിന്റെ ദിവസങ്ങളാണ്, റമളാനിന്റെ മാസങ്ങളാണ്, ദിവസങ്ങളാണ്. റബ്ബിലേക്ക് അടുക്കേണ്ട സമയങ്ങള്, റബ്ബിലേക്ക് അടുക്കേണ്ട സമയങ്ങള്, ആരാധനയിലേക്ക് അടുക്കേണ്ട സമയങ്ങള്. ഈ വിവാദത്തിന് വിത്തിടേണ്ടിയിരുന്നോ? റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന വസിയ്യത്ത് എന്നോടും ഈ സമുദായത്തോടും നാട്ടുകാരോടും സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു നമ്മെ അവൻ പൊരുത്തപ്പെടുന്ന ഖാദിമകളായി സ്വീകരിക്കട്ടെ.